18 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതെ സുരേഷ് ഗോപിയുടെ ജയിച്ചിരിക്കുന്ന സാധനത്തിനകത്ത് മുഴുവൻ കള്ളവോട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലുള്ള കള്ളവോട്ടുകളാണ്. നിങ്ങൾ ഭഗത് സിംഗ് തീവ്രവാദിയാണെന്ന് മുദ്രകുത്തുവോ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മുദ്രകുത്തുവോ? അന്ന് നമ്മുടെ എന്ന് പറയാതെ ഇത് പറഞ്ഞാൽ മതി. എക്സ്ട്രീമിസ്റ്റ് ആണ്. അപ്പൊ എക്സ്ട്രീം ആയിട്ട് എടുക്കുന്ന ബോസിനെ നിങ്ങൾ എവിടെ വെക്കും? പട്ടാളം കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം ഉണ്ടാക്കി ആളാണ്. ആ ഇന്ത്യൻ പട്ടാളം ഉണ്ടാക്കിയ ആളിനെ നിങ്ങൾ എവിടെ വെക്കും? ചോദിക്കട്ടെ, അന്ന് ഹൈജാക്ക് ചെയ്ത പ്ലെയിനിൽ മൈത്രേൻ ഉണ്ടായിരുന്നെങ്കിൽ മൈത്രേൻ എന്ത് ചെയ്തു? ഒരു വ്യത്യാസവും ഇല്ല. അത് ലോകത്തെ ആ സാധനങ്ങളല്ല. അത് എന്താണ്, ഹിറോഷിമയിൽ ഞാൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ. അത് അത്രയേ ഉള്ള അർത്ഥം. അല്ല, അതിനകത്ത് വേറെ ആഗ്രഹമില്ല. 2 ദിവസം അവിടെ കൊണ്ട് നിർത്തട്ടെ. ഞാൻ പറഞ്ഞ 2 ദിവസം അല്ല 5 ദിവസം താമസിച്ചാലും ഈ പറയുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകും. ബോംബ് ചെയ്യുമ്പോൾ ടെററിസ്റ്റുകളാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് റിറ്റാലിയേറ്റ് ചെയ്യണ്ടേ? അപ്പൊ പിന്നെ ആ പറയുമ്പോ ന്യായമായിട്ട് അപ്പൊ നിങ്ങൾക്ക് ന്യായമുണ്ട്. എന്ത് റിറ്റാലിയേറ്റ്? ഇറാന്റെ മണ്ടയിലെ ബോംബ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഒരു സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളെയും കൊന്നില്ലേ? അത് ശരിയാണെന്ന് ആരും പറയുന്നില്ല. ശരിയാണെന്ന് നിങ്ങൾ പറയില്ല എന്നുള്ളതല്ല, അത് ടെററിസം ആണ്. നിങ്ങൾ പറയാത്ത എന്താ? തിരിച്ചല്ലേ? റെസിസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ എപ്പോഴാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാൻ ഇപ്പൊ ഇങ്ങോട്ടൊരു ബോംബിട്ടു, നമ്മള് കയ്യും കെട്ടി നോക്കി നിൽക്കണം? നിങ്ങൾ പാകിസ്ഥാൻ ബോംബിടുന്നത് വരെ പാകിസ്ഥാന്റെ മണ്ടയിൽ ഓരോന്ന് ചെയ്തോണ്ടിരുന്നതിനെ പറ്റി നിങ്ങൾ മിണ്ടത്തില്ല. നമ്മൾ എന്താ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ഇടയിലാണ്. ഇവിടുന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എവിടെ? ഇന്ത്യ. എന്താ നിങ്ങൾ കാണാത്തത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ആ ചെയ്യുന്നത്, അല്ലാതെ ഈ അഫ്ഗാനിസ്ഥാനെ സംരക്ഷിക്കാനൊന്നുമല്ല. അത്രയും നമ്മൾ അറിയണം. ഇല്ല, അങ്ങനെയല്ല. താലിബാൻ ഭരണമാണ് അവിടെ. നമ്മൾ താലിബാനെ ഒപ്പോസ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വേണ്ടെന്ന് വെക്കണം. നിങ്ങൾ ഇവിടെ മൈത്രേയ, ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഈ ഡീലിമിറ്റേഷന്റെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയം എന്ന് പറയുന്നത് 52-ൽ 63-ൽ 73-ലും 2002-ലും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2002-ലെ ഈ സംഭവം 2008 ആയപ്പോഴാണ് കമ്മീഷൻ ചെയ്തത്. ഇനി 26 കഴിഞ്ഞിട്ട് നടക്കുമെന്നും കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഡീലിമിറ്റേഷനെ പറ്റി ഇപ്പോൾ വിവാദം ഉണ്ടാവാനും മാത്രം എന്താണ് ആക്ച്വലി? ഈ നേരത്തെ തൊട്ട് ഈ ക്രമീകരണം നടത്തുക എന്ന് പറയുന്നതൊന്നും ആരും എതിർക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ലാതിരിക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷനെ പറ്റിയുള്ള ഒരു വ്യത്യാസമുണ്ട്. ജനസംഖ്യ കൂടുന്നതനുസരിച്ചിട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു സ്ഥലം വളരെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം കൊണ്ട് അതൊന്നും ആരും എതിർത്തിട്ടൊന്നുമില്ല. പക്ഷേ BJP അധികാരത്തിൽ വരുമ്പോൾ തൊട്ട് അവർക്ക് അവരുടെ ബേസ് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയാണെന്ന് കാണാൻ പറ്റും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മറ്റുള്ളിടത്തേക്കുള്ള അവരുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലേക്ക്. അപ്പോൾ ആ വരുന്ന സ്ഥാനത്തിൽ എങ്ങനെങ്കിലും അധികാരത്തിൽ നിലനിൽക്കുക, തുടരുക എന്ന് പറയുന്നത് RSS ബാക്ക് ചെയ്തിരിക്കുന്ന BJP ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എലക്ഷൻ ചെയ്യാതെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഞാനൊക്കെ വിചാരിച്ചിരുന്ന 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ പിന്നെ എലക്ഷൻ നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്. പക്ഷെ ആ വഴിയല്ല അവർ എമർജൻസി ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അത് പണ്ട് എമർജൻസി ഡിക്ലെയർ ചെയ്ത് ഇന്ദിരാഗാന്ധി ചെയ്ത സമയത്ത് അതുകൊണ്ടുണ്ടായിരുന്ന അവർക്കുണ്ടായിരിക്കുന്ന ഒരു പേരുദോഷം ഒക്കെ ഉണ്ട്. ആ സാധനങ്ങളൊന്നും തന്നെയും വരാതെ അവർ നോക്കിയിട്ടുണ്ട്. ആ നോക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് നമ്മളാരും ആലോചിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ്. കാരണം ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു എണ്ണമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, ഓട്ടോണമസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ നീഡുണ്ടായിരുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാനായിട്ട് ആ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നിടത്ത് ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ്, ഈ 3 പേര്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു 2 രാഷ്ട്രീയ പ്രമുഖരായിരിക്കുന്നവരും ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ചീഫ് ജസ്റ്റിസ്. ഇവർ വന്നിട്ട് ആദ്യം ചെയ്തത് ചീഫ് ജസ്റ്റിസിനെ അതിനകത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ് ചെയ്തത്. അന്ന് എല്ലാവരും ബഹളം വെക്കുകയൊക്കെ ചെയ്തായിരുന്നു, ഞങ്ങളെല്ലാം ബഹളം വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും
ഒരിച്ചിരി ചായ്വുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷന്. അപ്പോൾ അതിനകത്ത് ഈ ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് വെച്ചത് പ്രധാന മന്ത്രിയുടെ ഒപ്പമുള്ള മറ്റൊരു മന്ത്രിയാണ് വയ്ക്കുന്നത്. അപ്പം ഭൂരിപക്ഷം അവരാവും. പ്രതിപക്ഷ നേതാവ് ആരായാലും ഒരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന കാരണം കൊണ്ടൊന്നും കാരണം 2 പേര് തമ്മിൽ 3 പേരിൽ 2 പേര് തീരുമാനിക്കുന്നത് നടക്കില്ല. അപ്പോൾ അപ്പത്തൊട്ട് ഇലക്ഷൻ കമ്മീഷനകത്ത് ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അന്നും കാണുന്നത് കഴിഞ്ഞാൽ ഈ ജനാധിപത്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിനകത്തൊക്കെ ഒരു ലെവൽ വരെ മനുഷ്യരൊക്കെ പക്ഷമൊക്കെ പിടിക്കും, അത്രയൊക്കെ മാത്രമേ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. മനുഷ്യരല്ലേ, അങ്ങനെ ഒരു വിചാരത്തിൽ മാത്രമേ നമ്മൾ ഇരുന്നുള്ളൂ. പക്ഷെ പിന്നീട് നമ്മളിങ്ങനെ കാണുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 18 ലക്ഷം, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, 18 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതെ വരുന്നു. എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോയെന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റിടത്ത് എത്തിയിട്ടില്ല. നമ്മൾ ചെറിയ നമ്പരല്ല, 18 ലക്ഷമാണ് കാണാതെ പോയിരിക്കുന്നത്. ഇതൊരു ന്യൂസ് പോലും അല്ലാതെ കിടപ്പുണ്ട്. അല്ല, ഇവിടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ആരും എന്താ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ആളുകൾ തിരക്ക് എടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്, പറയുകയൊക്കെ ചെയ്താണ്. ഇതൊക്കെ ഈ 12 ലക്ഷമൊക്കെ നമ്മളുണ്ടെന്ന് ഇങ്ങനെ ഒരു കാണാതെ പോയി. അപ്പോഴൊക്കെ ആളുകൾ മുഴുവനും വേറൊരു ചർച്ചയ്ക്കകത്താണ് പോകുന്നത്. ഈ സോഫ്റ്റ്വെയർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നു, അതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഇലക്ഷൻ കമ്മീഷനകത്ത് നമ്മൾ ഈ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വോട്ട് വരത്തില്ല എന്ന് പറയുന്ന സാധനത്തിനകത്ത് എല്ലാവരുടെയും ചർച്ച മുഴുവനും ഈ സോഫ്റ്റ്വെയറിനകത്തോടെ ഇവരിത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും അല്ല അവർ തൊട്ടിട്ടുണ്ട്, മെഷീൻ തന്നെ അടിച്ചോണ്ട് പോയി. മെഷീനാണ് പോകുന്നത്. ഈ മെഷീൻ പോയിട്ട് പകരം കരുണ്ട് ഈ ഒരിക്കൽ ഇലക്ഷൻ നടത്തി സീൽ ചെയ്ത ഇത് അതിനകത്ത് പോയാൽ വേറെ ആർക്കും അവിടെ ചെല്ലാനൊക്കത്തില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ മറ്റാർക്കോ അവിടോട്ട് പോകാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷനുള്ളവർക്ക് മാത്രമേ അതിനകത്ത്, അവർക്ക് ആ ഭയങ്കര പവറാണ് ഇലക്ഷൻ തൊട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ. ശരിക്കും ഗവൺമെൻറ്റിന് പകരമുള്ളവരാണ് അവർ, അത്രയും ബലമുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ പോലീസും കാര്യങ്ങളും മുഴുവനും ഇവിടെ ഈ എന്തായി നടക്കുന്നതെന്ന് നമുക്കൊരിക്കലും അറിയാനൊക്കത്തില്ല. ഇതാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷനും അവർ ജയിച്ചു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ മുഴുവൻ ചർച്ചയും ഈ പുറത്ത് നിന്ന് ഈ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നിടത്താണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒന്നും അല്ലായിരുന്നു അവർ ചെയ്തിരുന്നത്, അവർ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ പറയാണ്, ഈ ഇലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ ഈ മെഷീൻ കൊണ്ടുപോയി പറഞ്ഞ പോലെ സേഫ് ആയിട്ട് സീൽ ചെയ്ത് കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ വോട്ടിങ്ങിന്റെ സമയത്താണ്. അത് ഇലക്ഷൻ കമ്മീഷനാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ആളാണോ? അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. ആ സ്ട്രോങ് റൂം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങളിനകത്തിരിക്കുന്നതിനകത്ത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ മുഴുവനും ചിന്തിക്കുന്നത് അത് ഈ മെഷീൻ തന്നെ മാറ്റി കളയുക എന്ന് പറയുന്നൊന്നും ആരും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണാതെ പോയ മെഷീനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മളായിരിക്കും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ തന്നെ പറയുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും, 18 ലക്ഷം മെഷീനൊക്കെ കാണാതെ പോയാൽ ആരെങ്കിലും ഒക്കെ തിരക്കത്തില്ലേ? മൈത്രേൻ ഈ പറയുന്നത് എന്ത് ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് ഈ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന തെളിവുകൾ പിൽക്കാലത്ത് ആൾക്കാർ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കാണാതെ പോയത്. എന്നിട്ടെന്താ ഈ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ഞാൻ പറയുന്നത് ഇത് അതിന്റെ മേളില് ഇലക്ഷൻ കമ്മീഷനാണ് ഇത് അന്വേഷിക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനെ അകത്ത് നമുക്ക് ഇടപെടാൻ പറ്റാത്ത നിലവാരത്തിൽ 2 നിയമം അവരുണ്ടാക്കി. ഒന്ന് അവർ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ട് ഒരു കേസ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ നിയമം ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് കോടതി പോകാൻ പറ്റത്തില്ല. അപ്പൊ വെറുതെ പറയുന്ന, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് തെളിവാ എന്ന് പറയുന്ന കാലത്ത് പറയാം എന്നുള്ളതല്ലാതെ ഈ അന്വേഷിക്കേണ്ട ഏജൻസികളിലെ അതിനകത്ത് എത്തിക്കാതിരിക്കാനുള്ള നിയമം അവരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ബോഡി തന്നെ ഗവൺമെന്റിന്റെ സൈഡായി അവർക്ക് നമുക്ക് അതിനകത്ത് ഇടപെടാനേ പറ്റാതായി. ഇപ്പൊ ഈ പരകാല പ്രഭാകരനില്ലേ, നിർമ്മലാ സീതാരാമൻ, അയാൾ ഇരുന്ന് കഴിഞ്ഞാണ് പറയുന്ന ഒരു മാസം മുമ്പ് രാത്രി 10 മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തത്, ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്ന ചോദ്യമില്ലേ? നമുക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പൊ ഇയാൾ കുത്തിയിരുന്ന് മെനക്കെട്ട് ഈ ടൈമിങ്ങിൽ ഇത് ആരാ വോട്ട് ചെയ്തത് എപ്പോഴാണെന്നൊക്കെ പരിശോധിക്കുമ്പോഴാണല്ലോ അത് കാണുന്നേ. ഇത് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് പണ്ട് ചെയ്തിരുന്നുണ്ട്. ഒരൊറ്റ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇന്ന് ലോകത്തില്ല, ഇന്ത്യയിലില്ല, ലോകത്തല്ല, ഇന്ത്യയിലില്ല.
അവർ മുഴുവനും ഈ പത്രങ്ങൾ മുഴുവനും ഒന്നിപ്പൂട്ടിപ്പോയി. കാരണം ഗവൺമെന്റ് നടപടി എടുത്ത് അങ്ങനത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടിരുന്നവരെ മുഴുവൻ പൂട്ടിച്ചു കളഞ്ഞു. അടുത്തത് ചെയ്തതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരുന്ന വലിയ ഇത് മുഴുവനും വലിയ പണക്കാരായിരിക്കുന്ന അവരെ കൊണ്ട് മേടിപ്പിച്ച് മാറ്റിയിട്ടു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഒരാളുടെ ഈ ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടത്തില്ല. മെനക്കെട്ട് നമ്മൾ ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനൊന്നും അറിയില്ല. ഇപ്പൊ ഈ പലകാലം എന്ന് പറയുന്ന ആള് അത്രയും ഇൻഫ്ലുവൻഷ്യലായ ഒരാള് പറയുന്നത് അയാൾ അതുകൊണ്ട് കൊല്ലപ്പെട്ട് പോകത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിനിപ്പുറത്തുള്ള മുഴുവൻ പേരും ജയിലിൽ പോകാവുന്ന സാധനങ്ങളാണ് അതൊക്കെ. അത് അങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ. അപ്പം ആ നിലവാരത്തിലുള്ള ഒരു കാര്യവും നടക്കത്തില്ല. ഇത് രാജീവ് ഗാന്ധി ഭയങ്കരമായിട്ട് അവിടെ രാഹുൽ ഗാന്ധി ചെയ്തതാണല്ലോ വോട്ട് ചോരി എന്നൊക്കെ അത് അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പോട്ട് അതിനപ്പുറത്തോട്ട് കേസ് കൊടുക്കാൻ പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ് ഇത് ചെയ്യേണ്ടത്. അതിന്റെ ന്യൂട്രാലിറ്റിയാണ് അവരില്ലാതെ കളഞ്ഞത്. ഇതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അടുത്തത് പിന്നെ വരുന്ന പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസിനെ പോലുള്ള ആൾക്കാരെ ഇവര് കൊളീജിയം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് വെച്ചിട്ട് അവരാണ് ഈ പുതിയ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 90% 95% ഗവൺമെന്റ് അംഗീകരിക്കും. വല്ല 1-2 പേരുടെ മേളിൽ മാത്രമേ ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിട്ട് അത് പിന്നെ റിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ പകരം വേറൊരാളെ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇതുവരെ കോടതികളിൽ ചെയ്തിരുന്നത്. ഇപ്പം ഈ കൊളീജിയം നിർദ്ദേശിക്കുന്ന ആൾക്കാരെ എടുക്കുന്നത് 99% അല്ല 90% ഇല്ല. അല്ലാത്ത ആൾക്കാരെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ജഡ്ജിമാരെ മാത്രമേ അവര് പറഞ്ഞാൽ മാത്രമാണ് സുപ്രീം കോടതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള തിരിച്ചായി. മറ്റേത് സുപ്രീം കോടതിയിൽ കൊളീജിയം തീരുമാനിച്ചയക്കും, ഗവൺമെന്റ് സ്വാഭാവികമായി അംഗീകരിക്കും. ഞാൻ പറഞ്ഞാൽ ചില വളരെ നെഗറ്റീവായി അവർക്ക് ഫീൽ ചെയ്യുന്ന 1-2 ജഡ്ജിമാരുടെ മേളിലൊക്കെ ആയിരിക്കും കുറച്ച് ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുന്നത്. അത് ഇപ്പം നമ്മുടെ നാട്ടിനകത്ത് ഈ വൈസ് ചാൻസലറെ തീരുമാനിക്കുന്ന സമയത്തൊക്കെ അതുപോലുള്ള ഒരു ചെറിയ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. മറ്റേത് അങ്ങനല്ല. ഇപ്പൊ അങ്ങനെ ഈ കൊളീജിയത്തിന്റെ ഇത് സാധനം ഇല്ല. BJP ആയിട്ട് അനുകൂലപ്പെട്ട് നിൽക്കുന്ന ജഡ്ജിമാർ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് കോടതി മുഴുവൻ മാറിയിട്ടുണ്ട്. അപ്പൊ കോടതിയിലോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ വെച്ച് തന്നെ അത് തടയപ്പെട്ടു. ഓരോ സ്ഥലങ്ങളിനകത്തിരിക്കുന്നവർ ഈ ഒരു കേസ് എന്റർടൈൻ ചെയ്യാൻ അവര് ഫയൽ സ്വീകരിക്കുക എന്ന് പറയുന്നതിന് അവർക്ക് ഡിസ്ക്രിപ്ഷനാണ്. അതിന്റെ മേളിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇതെല്ലാം ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ കോടതിയെല്ലാം കണ്ടിരുന്നത്. അത് മുഴുവൻ പോയി. ഇത് കേരളത്തിൽ പക്ഷെ നടക്കുന്നില്ലല്ലോ. ഇത് കേരളത്തിൽ ചെയ്യാതിരിക്കുന്നത് ഈ രാഷ്ട്രീയമായിട്ട് നമുക്ക് സമരം ചെയ്യാൻ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ ജനതയ്ക്ക് അങ്ങനത്തെ ഒരു ആശയം പോലും ഇല്ല. ഉള്ള ഒറ്റയ്ക്ക് ഇതുപോലെ സമരം ചെയ്തിരുന്ന ആൾക്കാരെ മുഴുവൻ നിപ്പ് ചെയ്ത് അവർ ജയിലിലാക്കുക എടുക്കുകയൊക്കെ ചെയ്തില്ലേ. സമരം ചെയ്ത ഒരൊറ്റൊരാൾ ഇന്ന് ഇല്ല. ഇപ്പൊ എന്നെ പോലെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരെ അർബൻ നക്സൽസ് എന്ന് വിളിച്ചിട്ട് അവരെ മുഴുവൻ ജയിലിലാക്കി. അമിത്ഷാ വടക്കേ ഇന്ത്യയിലുള്ള മുഴുവൻ അത്തരത്തിലുള്ള പ്രതിഷേധിക്കുന്ന അപ്പൊ ആ വടക്കേ ഇന്ത്യൻ ബെൽറ്റ് മുഴുവനും കൂടെ ഒറ്റ ബ്ലോക്കായി മാറിയിട്ടുണ്ട്. അവിടെ വേറെ ആർക്കും യാതൊരു രക്ഷയില്ല. ഇലക്ഷന് ജയിച്ചാല് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ മുഴുവൻ അങ്ങ് BJP ജയിക്കുകയാണെന്ന് വെച്ചു. അപ്പൊ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അത്രയും മാത്രമേ അവർ ജയിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയും സീറ്റ്സ് മതി. ബാക്കിയുള്ളവർ വില കൊടുത്ത് മേടിക്കുകയോ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് എടുക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഈ ഒരു ഡീലിമിറ്റേഷന്റെ പ്രസക്തി ഇപ്പൊ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ഈ തെക്കേ ഇന്ത്യയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് തമിഴ്നാടും കേരളവും തെലങ്കാന അവർ ഏകദേശം പിടിച്ചുവിട്ടുണ്ട്. ബാക്കി കർണാടകത്തിന്റെ ഒരു പകുതി ഇത്രയും ഇപ്പോഴും റെസിസ്റ്റ് ചെയ്ത് എന്നാൽ BJPക്ക് സ്വാധീനം ഉണ്ടാക്കാനായിട്ട് അവരൊരു 30-40 വർഷമായിട്ട് ശ്രമിച്ചിട്ടും കഷ്ടിച്ച് ഇപ്പൊ തന്നെ നമുക്ക് പറഞ്ഞല്ലേ കാശ് കൊടുത്ത് മേടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സീറ്റൊക്കെയാണ് കേരളത്തിലുള്ളത്. അതോ കാശ് കൊടുത്ത് മേടിച്ചതാ? കാശ് കൊടുത്ത് മേടിക്കാത്ത ഒരൊറ്റ സീറ്റ് ഒരൊക്കെ ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഇപ്പം തന്നെ ഈ എന്താണ് മറ്റേ സിനിമാ നടന്റെ പേരെന്താ? തൃശ്ശൂർ കൃഷ്ണകുമാർ അല്ല, സുരേഷ് ഗോപിയുടെ ജയിച്ചിരിക്കുന്ന സാധനത്തിനകത്ത് മുഴുവൻ കള്ളവോട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലുള്ള കള്ളവോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനകത്ത് 5, 6, 7 പേരുടെയൊക്കെ പേര് വെച്ചിട്ട് അത് ഈ ഇലക്ഷൻ കമ്മീഷനകത്ത് ഇരിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്ന തെറ്റുകൊണ്ട് അവർക്ക് കടത്തിക്കൊണ്ട് പോകാൻ പറ്റിയതാണ്. ഏതാണ്ട് 75,000 പേരുടെ എക്സ്ട്രാ വോട്ട്, അതും അത്രയാണ് ഭൂരിപക്ഷവും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാകുന്ന അല്ലാതെ
അവർക്കൊരു പെനിട്രേഷൻ സാധ്യമായിട്ടില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് മറികടക്കാൻ ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേടിയും വേണ്ട. ഈ വടക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഇത്രയും മതി. മഹാരാഷ്ട്രയുടെ പകുതി അവർക്ക് അവിടെ ഇതിനകത്ത് അവർക്ക് കുറച്ച് റെസിസ്റ്റൻസ് ഉള്ളവരാണ്. ശിവസേനക്കാരുമായിട്ടൊക്കെ വഴക്കിടേണ്ടി വരും. അപ്പം ഈ 5 സ്റ്റേറ്റിനകത്ത് ജനങ്ങൾ, ആ ജനങ്ങളെന്ന് പറയുന്നത് ഒരു 500 തൊട്ട് 1000 വർഷം മുമ്പ് കേരളത്തിലൊക്കെ അവസ്ഥയുണ്ടായിരുന്ന ആ അവസ്ഥയിൽ കഴിയുന്ന ജനതയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ പശുവിൻ്റെ പേരിൽ ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഈ ആൾക്കാരുടെ ഇടയിൽ ഒരു 60-70% പേരെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും എലക്ഷൻ തോക്കുക എന്ന് പറയുന്ന സംഭവം ഇനി ഉണ്ടാകത്തില്ല. അപ്പം ഇപ്പം ഈ കൂടുന്നത് സീറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ 300 സീറ്റിന് മേളിലോട്ട് സീറ്റ് കൂടും. 350ഓളം വരും. ആ വരുന്ന സീറ്റുകൾ മുഴുവനും അത്രയും സ്റ്റേറ്റിലേ ഉള്ളൂ. ഇവിടെയും കൂടുന്നുണ്ടല്ലോ. ഇവിടെ കൂടുന്ന 1-2 നിങ്ങൾ ഈ കൂടുന്നെന്ന് പറയുന്നതിന് യാതൊരു മീനിങ്ങും ഇല്ല. തന്നെ തമിഴ്നാട്ടിനകത്തൊക്കെ ഉണ്ടെങ്കിൽ 4-5 സീറ്റൊക്കെയാണ് കൂടുന്നത്. ഇത് മുഴുവൻ ബാക്കി 350-നകത്ത് 300 സീറ്റും അവർക്ക് ഈ വടക്കേ ഇന്ത്യയിലെ ഈ സ്റ്റേറ്റുകളിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സീൽ ചെയ്യും. നമ്മൾ സാമന്ത രാജ്യങ്ങളായി മാറും. ഒരു സൗത്ത് നോർത്ത് ഡിവിഷൻ വരികയാണ്. സൗത്ത് നോർത്ത് ഡിവിഷൻ വരികയല്ല, നമുക്ക് അവരെ ആശ്രയം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനെ നമ്മളിപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് എന്നല്ലേ പറയുന്നത്, അല്ലാതെ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് സത്യത്തിൽ വരേണ്ടത്. ആ യൂണിയൻ ഗവൺമെന്റ് ഇത്രയും ഫെഡറൽ സ്റ്റേറ്റുകൾ തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഒരു ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ഗവൺമെന്റ് അല്ല. അത് ആദ്യം തൊട്ട് നമുക്ക് ആ പരാജയമുണ്ട്. സെൻട്രൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുത്താൽ ജനങ്ങൾ പരമാധികാരിയാണെന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം. ജനങ്ങൾ തെരഞ്ഞെടുത്തവരെ പിരിച്ചുവിടാൻ വേറൊരാൾ സത്യത ഉണ്ടായിക്കൂടാ. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ സാധനം ബ്രിട്ടീഷുകാർക്ക് പകരമായിട്ടുണ്ടായ പോലെയാണ് ആദ്യം തൊട്ട് വന്നതെന്നുള്ളതാണ്. ഭരണഘടനാപരമായിട്ട് ഇരിക്കുന്നതിനകത്ത് അവർക്ക് ആ നിലവാരത്തിൽ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുകളിൽ അധികാരമുണ്ട് എന്നും അവരെ പിരിച്ചുവിടാൻ അവർക്ക് അവകാശമുണ്ടെന്നും വന്നതാണ് നമ്മുടെ പരാജയം. ആ സാധനമാണ് അത് അന്ന് തുടങ്ങിയതാണ്. നെഹ്റുവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയതിനെ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്ത് ഇത് മാറണം, ഫെഡറൽ സ്റ്റേറ്റുകളാണെന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങളിലാണ് ഞാനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് പകരം സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് മുഴുവൻ പോയത്. അത് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പാർട്ടി ഭരിച്ചിരുന്നാണ് ഇന്ത്യ. അന്ന് ശ്വാസം മുട്ടിയിട്ടാണ് ഈ പ്രാദേശിക പാർട്ടികൾ മുഴുവൻ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായത്. മറ്റേ കോൺഗ്രസ് അങ്ങ് ജയിക്കുകയല്ലായിരുന്നോ? ഇതേപോലെ തന്നെ കോൺഗ്രസ് അങ്ങ് ജയിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് നിന്നിരുന്ന സമയത്ത് കേരളത്തിനകത്ത് 20 എംപിമാരും കോൺഗ്രസ്സുകാരായിട്ട് ചെന്നാലും അവർക്ക് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് അന്ന് 85 സീറ്റായിരുന്നു UP-യിലൊക്കെ ഉള്ളത്. അവരങ്ങ് നിർണ്ണയിക്കും. നമുക്ക് അതുകൊണ്ട് ഈക്വൽ സ്റ്റേറ്റ് അല്ലാതായി മാറിപ്പോയി. ഈ ബേസ് നമ്മൾ ഈ പോപ്പുലേഷന്റെ ബേസ് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് വലുതാകുക, സ്റ്റേറ്റിന്റെ വലുപ്പം അനുസരിച്ച് പോപ്പുലേഷൻ അനുസരിച്ചിട്ടും അവർക്ക് നമ്പർ കൂടി പോയിട്ട് അവർ നിർണ്ണയിക്കുന്നവരായിട്ട് അങ്ങ് മാറി. ഇത് ബീഹാറിലെന്ന് പറഞ്ഞാലൊക്കെ ജനസംഖ്യ വളരെ കൂടി. കേരളത്തിനകത്തെ സ്ക്വയർ മീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്ക്വയർ മൈലൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ സമാനമായിരിക്കും, പക്ഷെ വലിയ സ്റ്റേറ്റാണ്. അപ്പം നമ്മളെപ്പോലുള്ള സ്റ്റേറ്റുകൾക്കൊന്നും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് യാതൊരു വോയിസും ഇല്ല. ഒരു പാർട്ടി ആയാലും ഒരു പ്രയോജനമില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പ്രാദേശിക പാർട്ടികൾ മുഴുവനും 67 ആ സമയങ്ങളിലാണ് ഈ ഇന്ത്യ മുഴുവനും പ്രാദേശിക പാർട്ടികൾ വളർത്തുന്നത്. കാരണം ഒറ്റ പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധമായ പെരുമാറ്റം, അത് BJP വന്നിട്ടല്ല, ഏത് പാർട്ടി ആയാലും ഒറ്റ പാർട്ടിക്ക് ഭൂരിപക്ഷം അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നിർണ്ണയിക്കുകയും മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇവിടെയാണ് ഈ പ്രാദേശിക പാർട്ടികൾ മുഴുവൻ നമ്മൾ പറഞ്ഞാൽ അകാലിദൾ ഉണ്ടാകുന്നതും DMK ഉണ്ടാകുന്നതും കേരളത്തിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അത് മുഴുവൻ ആ സമയത്ത്. കാരണം ഈ എല്ലാവർക്കും മനസ്സിലായി ഒറ്റ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നും. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ അല്ല, ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേറെ നിറങ്ങളാണ്. ഭൂരിപക്ഷം യോജിക്കുക എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിക്കരുത്. ഭൂരിപക്ഷം മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി യോജിക്കും എന്നുള്ളതല്ല, സമവായം ഉണ്ടായി യോജിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭൂരിപക്ഷത്തിനെ വെക്കുന്നത്. ഇതങ്ങനല്ല, സമവായം ഡിസ്കഷൻ നടക്കേണ്ട കാര്യമില്ല. കാരണം വോട്ടിനിട്ടാൽ അവരങ്ങ് ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട്
ഏതെല്ലാം നിലവാരത്തിൽ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി അന്ന് ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളും മുഴുവൻ ആരും പറയാതെ നമ്മളാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിന്റെ ജീവിത നിലവാരം നമ്മുടെ കേരളത്തിനകത്ത് നമ്മളത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പൊ സൗത്ത് ഇന്ത്യ നോക്കിയാൽ മതി, എല്ലാ സ്ഥലത്തും ജീവിത നിലവാരം ഉയർന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഈ തെക്കൻ ഇന്ത്യയിലുള്ളത് മുഴുവൻ. ഇവിടെ നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്ന കാശിന്റെ പകുതി കുറവാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന 1 രൂപ അടച്ചാല് കേരളത്തിനകത്ത്, എനിക്ക് അതിന്റെ കൃത്യം കണക്കറിഞ്ഞൂടാ, എന്നാലും 30-37 പൈസ എങ്ങാണ്ടൊക്കെ ഉള്ളു. അതിനേക്കാളും കുറവാണ് തമിഴ്നാട്ടിൽ കിട്ടുന്നത്, 20 പൈസയ്ക്ക് താഴെ എങ്ങാണ്ട്. അതേ സമയത്ത് ഉത്തർപ്രദേശിൽ എടുത്തു കഴിഞ്ഞാൽ അത് 1.5 രൂപയാണ് കിട്ടുന്നത്. അവർ 1 രൂപ അടച്ചാൽ 1.5 രൂപ കിട്ടും. അവരവിടെ ദരിദ്രരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത്. അവർ ഇത്രയും നാളായിട്ട് ദാരിദ്ര്യം എങ്ങനെ മാറാതെ ഇങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ വളരെ തരത്തിലെ അൺഈക്വലായിട്ടുള്ള സകല സിസ്റ്റങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്ന പണം മുഴുവനും ബീഹാറിൽ മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു പോയിട്ട്. നമ്മൾ ഇന്ന് നോക്കിയാൽ മതി, നമ്മൾ കേരളത്തിൽ നിന്ന് ജനങ്ങള് പുറത്തേക്ക് പോകുന്നു പറഞ്ഞ ഇവിടെ ഭയങ്കര ചർച്ചയില്ലേ? പഠിച്ച യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. പക്ഷെ വടക്കേ ഇന്ത്യയിലെ മുതലാളിമാരാണ് ഇന്ത്യ വിടുന്നത്. ഈ നാട്ടിനകത്ത് ഉണ്ടാകുന്ന പണം, ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മുതലാളിമാരുടെ കണക്കെടുക്കുവാണെങ്കിൽ കേരളത്തിലെ ഈ സ്റ്റുഡൻസിന്റെ അത്രയും വരും. അതായത് ബിസിനസ് ചെയ്യുന്ന പണക്കാര് പണം കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ്. അവരെവിടോട്ടാ പോകുന്നത്? അമേരിക്ക തൊട്ട് ഇന്ന് പറഞ്ഞ ദുബായിലൊക്കെ ഈ മുഴുവൻ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ലോകവ്യാപകമായിട്ട്. ഇത് ഈ ബില്യണേഴ്സ് പോകുന്നതിനെ പറ്റി, മില്യണേഴ്സ് പോകുന്നതിനെ പറ്റിയും ചർച്ചയില്ല. സ്കില്ല് ലേബർ പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ ഭയങ്കര ചർച്ച. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പണം, നമ്മളിവിടെ കേരളത്തിനകത്ത് നമ്മൾ പറയും നമ്മൾ ആകെപ്പാടെ ഗൾഫിൽ നിന്ന് വരുന്ന പണം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പറയും. അതൊന്നും സത്യമൊന്നുമല്ല. കേരളത്തിനകത്ത് ധാരാളം പണം ഉണ്ടാക്കുന്ന ഏരിയകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കേരളം, തമിഴ്നാട്, ഇതെല്ലാം സമ്പന്നമാണ്. ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. ഇതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് ജനങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരായിട്ട് മാറുന്നത്. അപ്പം ആ ഏരിയക്കകത്തുണ്ടായിരിക്കുന്ന പണം മുഴുവനും നമ്മൾ അടയ്ക്കുന്ന പണം, വിദേശ പണമായിട്ട് നമ്മൾ പോയിട്ട് കൊണ്ടുവരുന്ന പണവും ബാങ്കിലിട്ടാൽ അത് സൈഫൺ ചെയ്ത് വടക്കേ ഇന്ത്യയിലേക്ക് പോകും. ഇവിടെ ചോദിച്ചാൽ കൊടുക്കത്തില്ല. അതേസമയത്ത് അവിടുത്തെ മുതലാളിമാർ ചോദിച്ചാൽ അപ്പം കൊടുക്കും. സെൻട്രലൈസ്ഡ് ബാങ്കുകൾ മുഴുവനും. അതുകൊണ്ടാണ് ഈ കേരളത്തിന് കെ ബാങ്ക് ഒക്കെ അവരുണ്ടാക്കാൻ ബാധ്യത വന്ന്, കിഫ്ബി ഉണ്ടാക്കാൻ ബാധ്യത വന്നത് എങ്ങനെയാ? ഇവിടെ പണം ഇടുന്നത് കിട്ടത്തില്ല. മാത്രമല്ല, ഈ ഫണ്ട് അലൊക്കേഷൻ എന്ന് പറയുന്ന ഓരോ തവണയും ബഡ്ജറ്റിനകത്തൊക്കെ നമുക്ക് ഇത്ര പൈസ വെച്ച് തരണം എന്നുള്ളത്, അത് എത്ര താമസിപ്പിക്കാമോ അത്രയും താമസിപ്പിക്കും. അത് കണക്ക് കൊടുക്കാഞ്ഞിട്ടാണെന്നല്ലോ. അതാ കണക്ക് കൊടുക്കാൻ. അത് നിങ്ങൾ ഈ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മുന്നാധാരം വേണമെന്ന് പറയത്തില്ല. കാശ് കൊടുത്താൽ അപ്പൊ തന്നെ മുന്നാധാരം വേണ്ടല്ലോ. ഇതേ സ്ഥലമാണ്. കണക്ക് ഒരിക്കലും ശരിയാകത്തില്ല. എങ്ങനെ കുറി അയക്കാന്നാ പറയുന്നത്. ഇതിനൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാലതാമസം വരുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ കുറി ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന കണക്കിനകത്ത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്ന് അറിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇത് മുഴുവൻ റിവേഴ്സ് ചെയ്ത് വീണ്ടും കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒരു കുറി തരും. കാരണം ഇപ്പൊ കൈക്കൂലി മേടിക്കുന്നവരെ അവിടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ തെക്കൻ സ്റ്റേറ്റുകളിനകത്ത് ഏത് പദ്ധതി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെയ്യുന്ന, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ ചെയ്യിക്കാതിരിക്കുക എന്ന് പറയുന്നതിന് റിസർച്ച് ചെയ്തിട്ടാണ് ഇപ്പം അത് മുഴുവൻ നിൽക്കുന്നത്. അപ്പം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഉന്നയിക്കും. ഇവർ പലതും ഡിക്ലെയർ ചെയ്തിട്ടില്ലെന്ന്. ഒരേ സമയത്താണിത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്റ്റേറ്റുകൾ മുഴുവൻ ഇരുന്നത്. GST അടച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് പോകും. സ്റ്റേറ്റ് ഗവൺമെന്റ് അലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഒരു വഴുതനങ്ങ പോലും ഉണ്ടാക്കാത്ത സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ അലൊക്കേറ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത്, നമ്മളിവിടെ നിന്ന് ടാക്സ് പിരിച്ച് കൊടുക്കുന്നതാണ് അവരുടെ കയ്യിലുള്ള പണം. അല്ലാതെ അവരാരെങ്കിലും എവിടെയെങ്കിലും പണം ഉണ്ടാക്കുന്നൊന്നുമില്ല. ഗവൺമെന്റ് തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടല്ലേ. ഈ പിരിച്ചു കൊടുക്കുന്ന പൈസ തിരിച്ച് നമുക്ക് തരേണ്ടത് സമയത്തിന് തരാതിരിക്കുന്നത് വഴി എല്ലാ സ്റ്റേറ്റും, ഈ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ മുഴുവൻ, സൗത്ത് ഇന്ത്യ മാത്രമല്ല പെരിഫറലായിട്ടുള്ള നിൽക്കുന്ന മുഴുവൻ സ്റ്റേറ്റുകൾ അവിടെ വെള്ളത്തിലാണ്. പക്ഷെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ പൈസ വരുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ നിങ്ങൾ ഇത് ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ശരിയാണെന്ന് തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ആ പറഞ്ഞത്.
ഈ റോഡ് ഉണ്ടാക്കാനായിട്ട് കേരളത്തുകാരുടെ ഇന്ന് മാത്രമേ പൈസ മേടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം അറിയാം. അത് കേട്ടിട്ടുണ്ട്. വേറെ സംസ്ഥാനങ്ങളൊക്കെ അതെന്തുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. വരുന്നത്? ഇതൊക്കെ നമുക്ക് റോഡ് ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെ എല്ലാവർക്കും ദേഷ്യം വരും ഇവരോട്. ഇവിടെ ഭരിക്കുന്നവരുടെ ദേഷ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് പാടുപെട്ട് 6000 കോടിക്ക് അടുത്ത് പൈസ പിരിച്ച് ഈ സ്ഥലം എടുത്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൈസയും കൊടുക്കേണ്ടി വന്നു അതിന് ഈ ഏരിയ ഇപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചറിയാം. പക്ഷെ നിങ്ങൾ കേട്ടപ്പോ ആദ്യം ശരിയാണെന്ന് തോന്നത്തില്ലേ നമുക്ക്? ഇത് മുഴുവൻ ഇങ്ങനെ ഈ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള നിലവാരത്തിൽ അടയിരിക്കുന്ന നിലവാരത്തിലാണ് ഈ നമ്മുടെ മണ്ഡലിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തിനകത്ത് ലെജിറ്റിമേറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ ഒരു പേടിയും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ 300 സീറ്റ് ഇനി അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ നിന്ന് ഇനി ആര് ജയിച്ചാലും ഇവിടെ BJP-ക്കാർക്ക് എത്തി നോക്കേണ്ട പ്രശ്നം പോലും ഇല്ല. നമ്മൾ ശരിക്കും പണ്ട് രാജാക്കന്മാരെ സാമന്ത രാജാക്കന്മാരെ പോലെ ഇരിക്കാനേ പറ്റുള്ളൂ. എംപറർ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഭരണഘടന വരുന്ന സമയത്ത് ജനാധിപത്യപരമായി ഇത് മാറും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നിലനിന്നിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്ന് തെറ്റിദ്ധരിച്ചതാണ്. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനാധിപത്യം തെറ്റിദ്ധരിക്കുന്നത്. ഇതാണ് നമുക്ക് പറ്റിയത്. അതിന്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിന്റെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മുഴുവനും കംപ്ലീറ്റ് ഒരു ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജിമാര് മുഴുവനും മാറിപ്പോയി. മറ്റേ അതിനകത്ത് കുറച്ച് ഓട്ടോണമി ഉണ്ടായിരുന്നു. അത്രയും നമുക്കൊരു തോന്നുമായിരുന്നു കുറച്ചെങ്കിലും അവര് അതൊന്നും ഇപ്പൊ ഇല്ല. പക്ഷെ ഇതിൽ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ഫോർത്ത് എസ്റ്റേറ്റിനാണ്. ഇവിടെ കേരളത്തിലാണെങ്കിലും എത്രയോ ചാനലുകളുണ്ട്. ഇവരൊക്കെ എന്നിട്ട് എന്താണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നില്ല അവരില്ലാതായി പോയിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലോകവ്യാപകമായിട്ട് ആൾക്കാർ പത്രങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ടെലിവിഷനകത്തൂടെ ഇന്റർനെറ്റിനകത്തൂടെയൊക്കെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ അന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പത്രം. കൊണ്ട് നടന്ന് സംസാരിച്ച് ലീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സകല പത്രങ്ങളെയും പലതരത്തിലെ നിയമങ്ങളും ഉണ്ട് അത് നടത്തിക്കൊണ്ടു പോകാനൊക്കെ. പേപ്പർ ന്യൂസ് പ്രിന്റ് തന്നെ കൊടുക്കാതാക്കിയൊക്കെയാണ് ആദ്യം ശ്വാസം മുട്ടിച്ചിരുന്നത്. ആ സ്ഥലമൊക്കെ പോയിട്ട് ഇതിൻ്റെ പേര് കേസെടുക്കാൻ തുടങ്ങി. ആ കേസെടുക്കാൻ തുടങ്ങിയോടെ ഇത് മുഴുവൻ പൂട്ടി. ഇന്ന് മാത്രമല്ല, ഇനി വളരെ നേരത്തെ തൊട്ട് നിലനിന്നിരുന്നതാണെങ്കിൽ അത് മുഴുവൻ വാങ്ങി മാറ്റി. ഇന്ന് ഇന്ത്യയിൽ അംബാനിയുടെയോ അദാനിയുടെയോ ടാറ്റയുടെയോ അതുപോലുള്ള ആരുടെയെങ്കിലും ഒരു പണക്കാരുടെ അല്ലാത്ത ഒരു ടെലിവിഷൻ ഇല്ല. അതെല്ലാം പോയി. നമ്മൾ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഗവൺമെന്റിന്റെ എക്സ്റ്റൻഷൻ മാത്രമാണത്. അല്ലാത്ത എല്ലാവരെയും നമ്മൾ കണ്ടതല്ലായിരുന്നു. പ്രണോയ് റോയുടെ ആ സ്ഥാപനമൊക്കെ ആ കേസ് അവർ ജയിച്ചു എന്ന് ഓർക്കണം. അപ്പോഴത്തേനും സ്ഥാപനം പോയി. അങ്ങനെ ഒരു സാധനമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ഇല്ല, ജുഡീഷ്യറി ഇല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇല്ല, പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന അതെല്ലാം കംപ്ലീറ്റ് ഇതിനകത്ത് പോയി. അപ്പൊ ലെജിസ്ലേഷനും എക്സിക്യൂഷനും എന്ന് പറയുന്നതൊക്കെ ഒരൊറ്റ സ്ഥലത്തെത്തി. മുഴുവൻ സ്ഥലവും മുഴുവൻ സ്ഥാപനവും പോയി. ഇനി നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഇനി ആകെ ഉള്ളത് ഇനി ഭൂരിപക്ഷ തീരുമാനം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും വരുന്നതും കൂടാണ് ഈ ഇപ്പോൾ വരുന്നത്. ഇത് ഇതുവരെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിന്റെ ഒരു അതിരായിട്ടാണ്. കാരണം നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് യുദ്ധത്തിന് പോകാനൊക്കത്തില്ല. സോവിയറ്റ് യൂണിയൻ പോലെ ഉണ്ടായ ഒന്ന് മാത്രമാണ് ഈ ഇന്ത്യ. അത് നമ്മളറിയണം. ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് നമ്മൾ യോജിച്ചവരാ. അതിർത്തിയൊന്നുമില്ല. അല്ല, നമ്മൾ ഇത്രയും പേര് ഇത്രയും രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് 400 രാജ്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം ഈ ഇന്ത്യ ഉണ്ടാകുന്ന സമയത്ത്. അത് ആ രാജ്യങ്ങളെ മുഴുവനും ബലപ്രയോഗത്തിൽ തന്നെയാണ് കീഴടക്കിയത്. അല്ലാതെ അവരോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ടൊന്നുമല്ല. കുറച്ച് പേര് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ പേരെയും ബലപ്രയോഗം കൊണ്ടാണ്. ആ നോർത്ത് ഈസ്റ്റിലുള്ള നമ്മളിപ്പോ 7 സ്റ്റേറ്റ് ഇല്ലേ, അവിടെ ഇതുവരെ ഇന്ത്യയുടെ നിയമമല്ല, ബോർഡർ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് അവിടെ അത് നടക്കുന്നത്. അവർ നമ്മളെ പോലെ ഈക്വലായ പൗരന്മാർ പോലും അല്ല. അവരെല്ലാം നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടാണല്ലോ. വടക്കേ ഇന്ത്യക്കാർ അവരെ വിളിക്കുന്നത് ചിങ്കിന്ന, ചൈനക്കാർ അല്ല, അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ സ്ഥലമോ അത് ഇന്ത്യയുടെയാണ്, താമസിക്കുന്ന ജനങ്ങളോ അത് ചൈനക്കാരാണ്. അതെന്തൊരു തമാശയത്.
ആളുകൾ താമസിക്കുന്നതുകൊണ്ടാണല്ലോ ഒരു സ്ഥലം ആ നാട്ടുകാരുടേതാകുന്നത്. അപ്പോൾ അവരെ എല്ലാവരും അവർ വടക്കേ ഇന്ത്യക്കാർ ചിങ്കിന്ന് വിളിക്കുകയും അവരെ ആ നിലവാരത്തിൽ രണ്ടാം നില പൗരന്മാരായിട്ട് കാണുകയും ചെയ്യും. പക്ഷേ ഹിമാചൽ പ്രദേശിൽ നിന്നും മറ്റേ എന്താണ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയമാണെന്നൊക്കെ പറയും. ഇത് മുഴുവൻ ബ്രിട്ടീഷുകാർ ബലപ്രയോഗത്തിൽ കീഴടക്കി വെച്ചിരിക്കുന്ന സ്ഥലമല്ലാതെ തൊട്ടടുത്ത രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്ത് തമ്മിൽ വഴക്കിടാതെ അതിരുകൾ വെറുതെ അതിര് നിർണയിച്ചാൽ മതി. അല്ലാതെ അതിനപ്പുറത്തുള്ള അല്ലാതെ ലോകത്ത് മനുഷ്യർ നിർണ്ണയിക്കുന്ന അതിരല്ലാതെ ലോകത്ത് താനേ അതിരില്ല. താനേ അതിരെന്ന് പറയുന്നത് കടലൊക്കെ കൊണ്ടാണ് നമ്മൾ അതിര്, അല്ലെങ്കിൽ നദി കൊണ്ടുണ്ടാകുന്ന അതിലൊക്കെ നമ്മളിങ്ങനെ താനേ ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഒരു നദി ഒരു സമൂഹത്തിനകത്തോടെ ഒഴുകുമ്പോൾ നമ്മൾ അക്കരക്കാരെന്ന് ഇക്കരക്കാരെന്ന് പറയുമ്പോഴും ഒരേ പ്രദേശത്തുള്ള ജനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടായിട്ട് കാണുന്നില്ല. അതൊന്ന് മാറി ഒഴുകിയാൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഈ അതിരുകളെന്ന് പറയുന്നത് എന്തോ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ വ്യവഹരിക്കുന്നത് വളരെ മര്യാദയില്ലാത്ത കാര്യമാണ്. നമ്മൾ ജനാധിപത്യ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ടുള്ള ഭരണാധികാരികളുമായി ഇരുന്ന് സംസാരിച്ചിട്ട് വഴക്കില്ലാതെ അത് അതിരുകൾ കൽപ്പിക്കാവുന്നതാണ്. അല്ല, മൈത്രൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതിർത്തി ഇല്ലാതാവും ഒരു കുറെ വർഷങ്ങൾ കഴിയുമ്പോ എന്നുള്ളൊരു. അല്ല അത് പറയുന്നത് അതിരുകൾ മനുഷ്യർക്ക് അതിരുകൾ ഉള്ളതാണ്. അതൊരനുഭവം നമുക്കുള്ളതാണ്. നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്നവരും തമിഴ് ഭാഷ ഉള്ള വ്യത്യാസം നമ്മൾ അനുഭവിക്കത്തില്ല. വ്യത്യാസങ്ങളാണ് നമ്മൾ അതിരായിട്ട് അനുഭവിക്കുന്നത്. അതില്ലാതാകുന്നതല്ല. അപ്പൊ ഈ വ്യത്യാസം ബലം കുറയും. അല്ല, ഈ നോർത്ത് സൗത്ത് ഡിവിഷൻ എപ്പോഴെങ്കിലും നടക്കുമോ ഇങ്ങനെ പോയാല്? യുദ്ധമായി പോകാതിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഉണ്ടാകുന്ന സാധനം യുദ്ധങ്ങളിലേക്ക് ഒരു പ്രയോജനം നമുക്കില്ല. ഇപ്പൊ സോവിയറ്റ് യൂണിയൻ പിരിയുന്ന സമയത്ത് യുദ്ധങ്ങൾ ഉണ്ടാകാതാണ് പിരിഞ്ഞത്. യോജിക്കാൻ പറ്റും നമുക്ക്. യൂറോപ്യൻ യൂണിയൻ 2 ലോകമഹായുദ്ധം നടന്ന സ്ഥലമാണ് യൂറോപ്പ്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഈ അതിരില്ലാതാകുകയല്ല, അതിരറിഞ്ഞു പെരുമാറുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിലുള്ളത്. കോമൺ സെൻസ് കൊണ്ട്. അല്ലാതെ നിങ്ങൾ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്ന് താമസിച്ചു, പിന്നെ ഭാര്യ ഇല്ലാതായി പോകുന്ന, പിന്നെ ഭർത്താവ് മാത്രമായിട്ട് തീരുന്ന, അതല്ല നമ്മൾ പറയുന്നത്. 2 പേരുണ്ടാകുന്നുണ്ട്, പക്ഷെ ബഹുമാനപൂർവ്വം പരസ്പരം പെരുമാറുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അതിരില്ലാത്ത ലോകത്തിനെ പറ്റി അല്ല പറയുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ എന്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും അത് ഓവർ റൂൾ ചെയ്യുന്നതാണ്. അത് അതിരില്ലായ്മയല്ല. അതുകൊണ്ട് ഈ അഖണ്ഡ ഭാരതമെന്നും ഏകകക്ഷി ഭരണമെന്നും അവർ പറയുമ്പം സിവിൽ കോഡ് എന്ന് പറയുന്നതും നമുക്ക് ഇതുപോലെ പ്രശ്നമാണ്. സിവിൽ കോഡിലേക്ക് വരുമ്പോ ഇതേ കാര്യമാണ്. നമ്മുടെ നിയമങ്ങൾ മുഴുവനും സിവിൽ കോഡല്ലേ. നിങ്ങൾ പേഴ്സണൽ ലോ ഒഴിച്ച് ബാക്കി മുഴുവനും സിവിലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്യുന്നേ. ആർക്കാ എതിര്? പക്ഷെ ആളുകൾക്ക് മാറാനായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അമ്മ ഒരു ഗ്രാമത്തിൽ കഴിയുന്ന സമയത്ത് നിങ്ങൾ നഗരത്തിൽ വന്ന് താമസിക്കുകയാണ്. അമ്മയുടെ അച്ഛനോട് നിങ്ങളോട് വന്ന് താമസിക്കാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. ആ വരാതിരിക്കുന്ന സൗകര്യങ്ങൾ മുഴുവനും ഇവിടെ ഉള്ളപ്പോഴും അവർ വരില്ല. കാരണം അവർ ജീവിച്ച സൗകര്യങ്ങളിൽ കഴിയണമെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിച്ചിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ജനാധിപത്യത്തിൻ്റെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എല്ലാവരും നമ്മൾ പൗരന്മാരാണെന്ന് പറയുമ്പോൾ അങ്ങനെ അനുഭവിക്കാതെ മലയാളികളായും തമിഴരായിട്ടും കർണാടകക്കാരുമായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന മനുഷ്യരെ, അവരുടെ ഭാഷ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നവരെ സമയമെടുത്ത് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഒറ്റയടിക്ക് പേഴ്സണൽ ലോ മാറ്റാതിരുന്നത്. അല്ലാതെ പേഴ്സണൽ ലോ ഏകീകൃതമാക്കണ്ട എന്നുള്ള അർത്ഥമില്ല. സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പേര് മരിച്ചു തന്നെ പോകണം. പ്രായമായവര് അവർ വരില്ല, അവർ മാറത്തില്ല. ആ ജനറേഷൻ. അതുകൊണ്ടാണ് പതുക്കെ ചെറിയ ചെറിയ നിയമങ്ങൾ പ്രകാരം വ്യാഖ്യാനിച്ച് മാറ്റി ഏകീകൃതമാക്കുക എന്ന് പറയുന്നത്, ആളുകൾക്ക് സമയം കൊടുത്ത് മാറാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വശവുമില്ല. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങളെല്ലാവരും പൗരനാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ആദിവാസികളായിട്ട് കാട്ടി കഴിയുന്നവരോട് അവർ ഇന്ത്യ ഉണ്ടായെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരാണ്. അവരെ പൗരന്മാരായിട്ട് നമ്മൾ നിർണയിച്ചാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് സമയം കൊടുക്കണം എന്ന് പറയുന്നത് പോലാണ് ഈ പേഴ്സണൽ ലോയെ എല്ലാം നമ്മൾ കണ്ടിരുന്നത്. അത് കോടതിക്കകത്ത് ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് കൃത്യമായിട്ടും നീതിയോടെ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചാൽ പേഴ്സണൽ ലോ എന്നൊക്കെ പറഞ്ഞ് എതിർക്കാനായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആൾക്കാർക്ക് കഴിയാതെ വരും. അപ്പൊ ഇതിങ്ങനെ മാറിപ്പോകുന്നത് നമ്മൾ അറിയില്ല, നമ്മൾ തന്നെ മാറിപ്പോകുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ റോഡിന്റെ നടുവിൽ കൂടെ നടന്ന് ശീലിച്ചവര് കാറ് വരാൻ തുടങ്ങുമ്പോൾ 2 സൈഡിലേക്ക് മാറി നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്യും. ഇവിടെ കാറാ ഓടുന്നത്,
ഇവിടെ ലോറിയാ ഓടുന്നെന്ന് പറയുന്നത്, ഇതൊക്കെ പതുക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ശരി തന്നെയാണ് മൈത്രേയൻ പറയണത്. പക്ഷെ നമ്മളിപ്പോ കാണുന്ന ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ ഈ ഒരു പയ്യെ മാറ്റത്തില് മറ്റവര് കുറച്ച് മുറുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം. അതാണ് ഈ ചെയ്തിരിക്കുന്ന സാധനം നമ്മുടെ ശ്വാസം മുട്ടിച്ച് കീഴടക്കുന്ന യുക്തിക്കകത്താണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറാനായിട്ട് നമ്മൾ ചെയ്യണം. അപ്പം ഇപ്പൊ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ബില്ല് കൊണ്ടുവരുന്നില്ലേ, ഇത് കൊണ്ടുവരുന്ന ഇതിന് ആൾക്കാർ ഇതിനകത്ത് ശ്രദ്ധിക്കാതെ അതിന്റെ മേളിൽ വഴക്കിടുന്നതിന് വേണ്ടിയാണ്. വളരെ ശരിയായ കാര്യമാണല്ലോ, നമ്മളെല്ലാരും യോജിക്കണ്ടല്ലേ. എന്നാൽ 50% ആകണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിനകത്തും ആണും പെണ്ണും ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും 50 ആക്കണ്ടേ? അത് ആക്കത്തും ഇല്ലല്ലോ, അത് നമുക്ക് കാണാമല്ലോ. അപ്പം ഇത് ഈ ഉന്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകളെ തമ്മിൽ ഞങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എതിർക്കും. അതിനുകൊണ്ടാണ് അത് മര്യാദയില്ലാതെ പെരുമാറുന്നവരാണെന്ന് ഇപ്പം ഈ എതിർക്കുന്നവരെ വെള്ളത്തിലാക്കാൻ വേണ്ടിയാണ് സ്ത്രീകളുടെ ഇഷ്യൂ അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അല്ലാതെ വേണ്ട, ഇത് നേരത്തെ പാസ്സാക്കിയ നിയമമാണെന്നും കൂടെ ഓർക്കണം. പക്ഷേ ഈ ഡീലിമിറ്റേഷന്റെ സാധനത്തിന്റെ തൊട്ട് മുമ്പ് ഇത് ചെയ്യുമ്പോൾ ആളുകളെ ഡിഫെൻസീവിലാക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണ്. ഏറ്റവും തെറ്റായ സന്ദർഭങ്ങളിൽ ഏറ്റവും ശരിയായ കാര്യം പറഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ട് തോപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ വഴക്കിടുന്ന സാധനമായിട്ട് അതിനെ മാറ്റാൻ എളുപ്പമാണ്. പക്ഷെ ഇത് ഉന്നയിക്കുന്നത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ശരികൾ പറയുന്ന ആൾക്കാരുടെ ലോകങ്ങളാണ്. അത് നമ്മളാണ് അറിയേണ്ടത്. ഈ രാഷ്ട്രീയമായിട്ട് ആളുകളെ ഒരു മൂലക്കിരുത്താൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഒരു സ്ത്രീ പ്രേമവും അവർക്ക് അവിടെ ഇല്ല. അത് കൃത്യമായിട്ട് നമുക്കറിയണം. കാരണം സതി നടത്തണമെന്ന് ആലോചിക്കുന്നത് ഉള്ള പാർട്ടികളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക എന്ന് അവിടെ വടക്കേ ഇന്ത്യയിലെ മുഴുവൻ സ്കൂളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂൾ മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുന്ന സ്ഥലമാണ്. അത് ഈ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന യുക്തിക്കകത്തൊന്നും അല്ലല്ലോ. പക്ഷേ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ഇതാണ് ഈ സ്ലോഗൻസ് ആണ് ഉള്ളത്. ഇപ്പം തൊട്ട് മുമ്പ് കനി അഭിനയിച്ച ഒരു സിനിമ ഇല്ലേ, അസി എന്ന് പറഞ്ഞ്, ഒരു ദിവസം 80 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതെന്താ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി ഇത് സാധനം ഉണ്ടായിട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് തന്നെ അത് അറിയേണ്ടതാണ്. താലിബാന്റെ സ്ഥലമാണ് RSSനുള്ളത്, അത് സംശയമൊന്നും വേണ്ട. ഹിന്ദു താലിബാനാണത്, അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. ആ സാധനത്തിനെ എതിർക്കുക എന്ന് പറയുന്ന സാധനം, ഞാൻ ഇന്ത്യ അഴിച്ചു പണിഞ്ഞ് എന്താണ് ഫെഡറൽ സ്റ്റേറ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഈ സെൻട്രലൈസേഷന് അഖണ്ഡ ഭാരതം ഇതിനൊന്നിനോടും യോജിപ്പില്ല. ഇങ്ങനെ പറയുന്നോണ്ടായിരിക്കോ മൈത്രേയൻ ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ചായ്വ് എന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ നോക്കി? ഞാൻ ലെഫ്റ്റോ റൈറ്റോ എന്നുള്ളതല്ല, ജനാധിപത്യത്തിന് വേണ്ടി ആരെവിടെ നിന്നാലും അതിനോടൊപ്പം നിൽക്കും. പക്ഷെ മൈത്രേയൻ എപ്പോഴും ട്രംപിനെ കുറ്റം പറയും, അതേസമയം ഇറാനിനെയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെയും ഇവരൊക്കെ ഒരു സൈഡ് പിടിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ടെന്ന് പൊതുവെ. ട്രംപ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോദിയാണ്. എന്താ അത്ര സംശയം? ഇപ്പം ലോകത്ത് 3 പേരാണ് ചേർന്ന് നിൽക്കുന്നത്, ട്രംപ്, മോദി, നേതന്യാഹു. ഈ 3 എണ്ണത്തിനെയും നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? അവരോടൊപ്പം ബാക്കിയുള്ളവരെ വെക്കാൻ പറ്റുമോ? ഒരു കാലത്തും പറ്റത്തില്ല. ഒരു എലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന ഇറാൻ. മറ്റുള്ളിടത്തൊക്കെ രാജാക്കന്മാരല്ലേ ഇരിക്കുന്നത്? ഇവരുടെ രാജാക്കന്മാരല്ലേ. ട്രംപിന്റെ അയാള് സൗദി അറേബ്യയിലെ രാജകുമാരൻ എന്നാണ് പറയുന്നത്. ആ വിദ്വാൻ അവിടെ ചർച്ചയ്ക്ക് പോയിട്ട് ട്രംപ് പറഞ്ഞ വഴിയാണ്, ഹി വാസ് ലിക്കിങ് മൈ ആസ് എന്ന്. അത്ര പുച്ഛമാണ് ഈ ആളുകൾ. അവരാരും ഒരു രാജാവും അല്ല, രാജാവും അല്ല. അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ആ ഗോത്രവർഗ്ഗക്കാരുടെ നേതാക്കന്മാരായിരുന്നവരെ രാജാവായി വാഴിച്ചത് മുഴുവൻ ബ്രിട്ടീഷുകാരും ഈ അമേരിക്കക്കാരും കൂടെ ചേർന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന സൗദി രാജാവും ഈ ഖത്തറിലെ രാജാവും ഒക്കെ ഉണ്ടായത്. അല്ലാതെ അവരാരും അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ളവരല്ല. യഥാർത്ഥ പാരമ്പര്യമുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അത് ഇറാഖിലും ഇറാനിലും മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ജൂതൻ മരിക്കുന്നത് വരെ അതിനുശേഷമാണ് നമുക്ക് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഇറാനെ എന്താണ് മൈത്രേയൻ കുറ്റം പറയാത്തത്? അവരുടെ പോളിസി തന്നെ അങ്ങനെയല്ലേ? അവിടെ സിറ്റികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത് ലാസ്റ്റ് ജൂതനെ. അത് നിങ്ങൾക്കല്ലേ അറിയാവുന്നേ, എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ? നിങ്ങൾ പോയിട്ടില്ലല്ലോ. ഞാൻ ഇതുപോലെ ആയിരുന്നു, നമ്മളെല്ലാം വിചാരിച്ചിരുന്ന ഏറ്റവും ഭീകരന്മാരായിരുന്നു അവരെന്ന്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ലെന്ന്. നമ്മളിവിടെ മോദിക്കെതിരെ സമരം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ മഹാഭീകരനായ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ധരിക്കുന്നൊന്നുമില്ല. നമുക്കും സംസാരിക്കാനും പറയാനും പറ്റുന്ന തരത്തിലുള്ള സമരം ചെയ്യാനൊക്കുന്ന സ്ഥലങ്ങളാണ്.
പക്ഷെ സൗദി അറേബ്യയിൽ എപ്പോഴെങ്കിലും ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നടക്കൂല. നടക്കത്തില്ല. അപ്പൊ അവിടെ ജനാധിപത്യത്തിനെ പറ്റി ചർച്ചയില്ലല്ലോ. സമരം ചെയ്യാനുള്ള സാധനം തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയാനും അവകാശമുള്ള സമൂഹങ്ങളാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല എന്നുള്ള പേരിൽ ഒരു പെൺകുട്ടിയെ കണിശമാണ്. അതൊക്കെ അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, ഇല്ലെന്ന് ആരാണ്ട് പറയുന്നുണ്ടോ? ഇവിടെ സതി നടത്തി കൊല്ലുന്ന അതേപോലെയാണ്. ആ ഗംഗയ്ക്കകത്ത് പോയാൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അതൊക്കെ ഇത് ചെയ്യാത്ത രാജ്യമാണ്. അത്രേ ഉള്ളൂ ഇറാൻ എന്നാണോ? അത്രേ ഉള്ളൂ ഇറാൻ, അത്രേ ഉള്ളൂ ഇറാൻ. അവിടുന്ന് ഇറങ്ങുന്ന സിനിമകൾ കാണുമ്പോൾ അറിയാം ആ സിനിമ എടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ അത് സിനിമ എടുക്കാനൊക്കത്തില്ല. ആ ഇറാനിൽ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ അതൊന്നും എന്താ നിങ്ങൾ കാണാത്തെ? ആ സിനിമകൾ ഇന്ത്യയിൽ നമ്മളിപ്പോ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഇന്ത്യയില് കാണിക്കാൻ പോലും അനുവദിച്ചിട്ടില്ലല്ലോ. അത് താലിബാനാണത്. ഇപ്പൊ ഈ ഇറങ്ങുന്ന മുഴുവൻ സിനിമയും ബോളിവുഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ആലോചിച്ച് വെക്കണം. അവന്മാർക്ക് സ്വന്തമായ അസ്തിത്വം പോലും ഇല്ല. അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് അവരിപ്പോഴും. ഹോളിവുഡ് കഴിഞ്ഞാൽ പിന്നെ നേരെ അതുകൊണ്ടാണ് അങ്ങനത്തെ അപമാനകരമായ രണ്ടാം തരം പൗരന്മാരായിട്ട് ജനിച്ചവരാണ് ഈ പറയുന്ന വടക്കേ ഇന്ത്യയിലെ ജനം. നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ അമേരിക്ക പോകുന്ന സമയത്ത് പട്ടേലന്മാരെന്ന് പറഞ്ഞിട്ട് ഈ ഇവിടുന്ന് പോയവരാണ്, ഈ ഗുജറാത്തിൽ നിന്ന് പോയവരാണ് ആ അമേരിക്കയിലെ ഒരു വലിയ ലോബിയാണ്. അവരാണ് അത് നിർണ്ണയിക്കുന്നത്. ഈ മോദിക്ക് അവിടെ സ്വീകരണം കൊടുക്കുന്നത്, ശരിക്കും മോദിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഈ ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി അവർ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന വെച്ചാൽ നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമല്ലേ? അഭിമാനിക്കും. ഇവിടുത്തെ കാശ് കൊള്ളയടിച്ചോട്ട് പോയാ കള്ളപ്പണമാണ് കൊണ്ടുപോയിരിക്കുന്നത്. കള്ളന്മാരാണ് ദുബായ് മുഴുവനും. നിങ്ങളൊരു 10 കോടി രൂപയായിട്ട് പോയാൽ അത് കംപ്ലീറ്റ് അവിടെ അത് ഗോൾഡൻ വിസയും എന്ത് കുന്തവും കിട്ടും. കള്ളപ്പണക്കാർ ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളാണതല്ല. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണ് ഇവിടെ നിയമപര നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. നിയമ നടപടി എടുക്കപ്പെട്ട മുഴുവൻ എണ്ണത്തിനകത്ത് 80% പേരും ഗുജറാത്തിൽ നിന്ന് പോയ മുതലാളിമാരാ. ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പണ്ട് മുതൽ അങ്ങനെ തന്നെയല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം കൊള്ളപ്പണ എന്നാൽ ആൾക്കാർ ജനാധിപത്യം വന്നിട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണത്. അവിടുത്തെ പണം എന്നുവെച്ചാൽ ഗവൺമെന്റ് കൊടുക്കുന്ന പണവും അല്ലാത്ത പണവും മുഴുവനും അടിച്ചുകൊണ്ട് പോയി അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു പട്ടിണി കിടക്കുന്ന സ്ഥലത്താണത്. നല്ല റോഡ്, നല്ല കെട്ടിടം, പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് കടക്കാനൊക്കാത്ത സ്ഥലങ്ങളാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലം നമുക്കില്ല. നമുക്ക് കൃത്യമായിട്ട് ഡിമാൻഡ് ചെയ്യാനും അതുകൊണ്ടാണ് സമരങ്ങൾ. ഇപ്പൊ കേസുകളുടെ കാര്യത്തിൽ ഇതുപോലെ പറയും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഇറാനിനകത്ത് സമരം ചെയ്യാനും അവിടെ നടത്തിയിരിക്കുന്ന ഈ എന്നുവെച്ചാൽ മതപരമായിട്ടുള്ള സാധനം ചെയ്യുന്നതിന് സമരം ചെയ്യേണ്ട സാധനം തന്നെയാണ്. അത് അവിടുത്തെ ജനത ചെയ്യേണ്ട കാര്യമാണ്. അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊമേനി മരിച്ചപ്പോ നമ്മൾ കണ്ടതാണ്. അവര് സമരം ചെയ്യേണ്ടതാണ്. അത് അവരുടെ പണിയാണ്. അത് വേറെ ആരെങ്കിലും പോയിട്ട് എന്താണ് രക്ഷിക്കേണ്ട സ്ഥലമൊന്നുമല്ല. അമേരിക്കയിലെ ആ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അവിടെ ഹോംലെസ് പീപ്പിൾ കിടപ്പുണ്ട്. അവന്മാരെ സംരക്ഷിക്കുന്നതിന് പകരം ഈ ബോംബിടാനായിട്ട് ബാക്കിയുള്ളവരെ ബോംബിടാൻ നടക്കുന്നത് എന്തിനാ? അതുകൊണ്ട് ജനാധിപത്യമാണ് അമേരിക്കയിൽ എന്ന് പറയുന്ന തെറ്റിദ്ധാരണ എനിക്കില്ല. അപ്പോൾ ഈ നമ്മുടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്ത ഇൻസിഡന്റ്, അതിനെ തുടർന്ന് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തീവ്രവാദിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഈ അജ്മൽ കസബ് ഒക്കെ അതിന്റെ ഒരു പാർട്ടാണ്. അതിനുശേഷമാണ് പിന്നെ ഇവിടെ പാർലമെന്റ് അറ്റാക്ക് ഉണ്ടാവുന്നതും ബാക്കിയൊക്കെ. അന്ന് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നം കൊണ്ടല്ലേ? പറയുന്ന കഥയൊന്നും തെറ്റോ അല്ലെന്നുള്ളതല്ല, അതിനെ ഫ്രെയിം ചെയ്യുന്ന സാധനത്തിന്റെ മുകളിലാണ്. നിങ്ങൾ ഭഗത് സിംഗ് തീവ്രവാദിയാണെന്ന് മുദ്രകുത്തുവോ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മുദ്രകുത്തുവോ? അന്ന് നമ്മുടെ എന്ന് പറയാതെ ഇത് പറഞ്ഞാൽ മതി. എക്സ്ട്രീമിസ്റ്റ് ആണ് ഭഗത് സിംഗ്. എക്സ്ട്രീം ആയിട്ട് എടുക്കുന്ന ബോസിനെ നിങ്ങൾ എവിടെ വെക്കും? പട്ടാളം എന്നാൽ ഇന്ത്യൻ പട്ടാളം ഉണ്ടാക്കി ആളാണ്. ആ ഇന്ത്യൻ പട്ടാളം ഉണ്ടാക്കിയ ആളിനെ നിങ്ങൾ എവിടെ വെക്കും? നാഷണലിസ്റ്റ് എന്ന് പറയും. ഇങ്ങനെയാണ് ഈ കാറ്റഗറീസ് ഉണ്ടാക്കുന്ന. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാർ, മറ്റുള്ളവരെല്ലാം കൊള്ളാത്ത ആൾക്കാരാണെന്ന് വെക്കാനായിട്ട് രാഷ്ട്രീയമായി തീരുമാനിക്കപ്പെടുന്ന സ്ഥലമാണ്. നിങ്ങൾ ഭഗത് സിംഗിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് തന്നെയാണ് മുദ്രകുത്തി ഇവിടെ വെച്ചിട്ടുള്ളത്. അത് അവരവരുടെ ആൾക്കാർ ചെയ്യുമ്പം അത് ശരിയാണെന്ന് എന്ന് ചോദിക്കട്ടെ. അന്ന് ഹൈജാക്ക് ചെയ്ത പ്ലെയിനിൽ മൈത്രേൻ ഉണ്ടായിരുന്നെങ്കിൽ മൈത്രേൻ ഒരു വ്യത്യാസവും ഇല്ല. അത് ലോകത്തെ ആ സാധനങ്ങളല്ല. അത് എന്താണ് ഹിരോഷിമയിൽ ഞാൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അല്ല, അത്രയേ ഉള്ള അർത്ഥം. അല്ല, അതിനകത്ത് വേറെ യാതൊന്നുമില്ല. അവിടെ കൊണ്ട് നിർത്തട്ടെ. ഞാൻ പറഞ്ഞ 2 ദിവസം അല്ല 5 ദിവസം താമസിച്ചാലും ഈ പറയുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകും. നാട്ടിലുള്ള ഗുണ്ടാ സംഘങ്ങൾ എന്നെ അടിക്കുന്ന സമയത്ത് ഗുണ്ടകളാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നമൊന്നും തിരിതിരിക്കാനൊന്നും ഞാനല്ല. അത് വേറെ കാര്യമാണ്.
അങ്ങനത്തെ ഒരു സാധനമല്ല. ഗുണ്ട എന്നുള്ള വാക്ക് സഹിതം അങ്ങനെയാണ് KD ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മുഴുവൻ ലേബൽ ചെയ്തിട്ട് ആൾക്കാരെ ഒതുക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന യുക്തികളാണ്. ഈ സാധനങ്ങളല്ലാതെ അതാത് പ്രദേശങ്ങളിലുള്ള ആൾക്കാർ ഒരു രാജ്യം മുഴുവൻ ബോംബ് ചെയ്യുമ്പം ഒരു തീവ്രവാദത്വവും ഇല്ല. അതെന്താണത്? അവിടെ കുട്ടികളെയൊക്കെ ശാപാടും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മമാരുടെയും നിഷ്കളങ്കമായ സ്ത്രീകൾ, നിഷ്കളങ്കമായ കുട്ടികൾ എന്നൊക്കെ പറയും. പിന്നെ ഈ ബോംബൊക്കെ എങ്ങനെ ഇടുന്നേ? അല്ല, എന്നാ പിന്നെ ഇസ്രായേൽ തുടങ്ങാതെ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് ഇതിനെ ലേബൽ ചെയ്യുന്ന കാര്യമായി പറയുന്നത്. നിങ്ങൾ ബോംബ് ഇടുന്ന സമയത്ത് ഈ പറയുന്ന ചർച്ചയൊന്നും ഇല്ലല്ലോ. പിന്നെന്താണ് ഈ ബാക്കിയുള്ളവർ ടെററിസ്റ്റുകൾ ഇവരല്ലാതായിത്തീരുന്നത്? ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് അറ്റാക്ക് ബോംബ് ചെയ്യുമ്പോൾ ടെററിസ്റ്റുകളാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നമുക്ക് റിറ്റാലിയേറ്റ് ചെയ്യണ്ടേ? അപ്പൊ പിന്നെ ആ പറയുമ്പോ ന്യായമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ന്യായമുണ്ട്. എന്ത് റിറ്റാലിയേറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഇറാന്റെ മണ്ടയിലെ ബോംബ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ഒരു സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളെയും കൊന്നില്ലേ? അത് ശരിയാണെന്ന് ആരും പറയുന്നില്ല. ശരിയാണെന്ന് നിങ്ങൾ പറയില്ല എന്നുള്ളതല്ല, അത് ടെററിസം ആണ്. നിങ്ങൾ പറയാത്ത എന്താ? അപ്പൊ നിങ്ങൾ അതാണ് രാജ്യങ്ങൾ ചെയ്യുമ്പോൾ ടെററിസം അല്ല, റെസിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ടെററിസം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. തിരിച്ചല്ല, റെസിസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ എപ്പോഴാണ്? ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാൻ ഇപ്പൊ ഇങ്ങോട്ടൊരു ബോംബ് ഇട്ടു, നമ്മള് കയ്യും കെട്ടി നോക്കി നിൽക്കണം? നിങ്ങൾ പാകിസ്ഥാൻ ബോംബ് ഇടുന്നത് വരെ പാകിസ്ഥാന്റെ മണ്ടയിൽ ഓരോന്ന് ചെയ്തോണ്ടിരുന്നതിനെ പറ്റി നിങ്ങൾ മിണ്ടത്തില്ല. നമ്മൾ എന്താ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചത്? അവരുടെ ഇടയിലാണ്. ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് വിടുന്ന ആൾക്കാരാണ്. എന്താ നിങ്ങൾ കാണാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ താലിബാന്റെ അടുത്ത് പോയിട്ട് സകല സാധനവും ഇന്ത്യക്കാർ കൊടുക്കുന്നില്ലേ? ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ന് താലിബാനെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതേ അറിഞ്ഞോളൂ. അതായത് മൈത്രേയൻ പറയുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല, നമ്മളാണ് ഈ ആയുധം കൊടുക്കുന്നത്. ഗവൺമെന്റ് ഇന്ന് നിലനിൽക്കുന്ന താലിബാനുമായിട്ട് ഇഷ്ടം പോലെ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അറിയുമെങ്കിലും ചെയ്യണം. എന്താണ് പറയുക? നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്ന ടെററിസ്റ്റുകളായിട്ടിരുന്നവരാണ് അവരവിടുത്തെ ഗവൺമെന്റ് ആയപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ റോഡ് ഉണ്ടാക്കുന്നതിനും വീടുണ്ടാക്കുന്നതിനും സകല സാധനത്തിനും അവരോട് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെററിസ്റ്റുകളാണെന്ന് വിളിച്ചിരുന്നവരല്ലേ അവര് ഒരു മാസം മുമ്പ് വരെ ബോംബിട്ട് കൊന്നോണ്ടിരുന്നവരെയല്ലേ? അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരുമായിട്ട് ഇന്ത്യ എന്തിനാണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ആ ചെയ്യുന്നത്, അല്ലാതെ ഈ അഫ്ഗാനിസ്ഥാനെ സംരക്ഷിക്കാനൊന്നുമല്ല. അത്രയും നമ്മൾ അറിയണം. ഇല്ല, അങ്ങനെയല്ല. താലിബാൻ ഭരണമാണ് അവിടെ. നമ്മൾ താലിബാൻ ഒപ്പോസ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വേണ്ടെന്ന് വെക്കണം. നിങ്ങൾ ഇവിടെ ഈ പാകിസ്ഥാന്റെ തലയ്ക്ക് മേളിൽ കൂടെ അപ്പുറത്ത് പോയിട്ട് എന്തിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ ആ വഴി അതിർത്തി അല്ലല്ലോ. അതിർത്തി ആയിരുന്നെങ്കിൽ അതിർത്തിയിലുള്ള ആൾക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാമായിരുന്നല്ലോ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, പാകിസ്ഥാൻ നമ്മളൊക്കെ അങ്ങോട്ട് വഴി തരുന്നുണ്ടോ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനില്ലല്ലോ? നമ്മൾ അതുകൊണ്ടല്ലേ ഇതിലേ പോകുന്നത്. അത് തന്നെ ഞാൻ ഈ ചോദിച്ചത്. അപ്പുറത്ത് പോയി ഇത് ചെയ്യുന്ന സമയത്ത് താലിബാന്റെ ഒരു സ്വഭാവവും മാറിയിട്ടില്ല. ആ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കരാറുകൾ ഉണ്ടാക്കി ചെയ്യുമ്പം അത് സ്ട്രാറ്റജിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ അത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പാകിസ്ഥാൻ കാശ്മീരിനകത്ത് ഇടപെടുന്ന സമയത്ത് അവര് ടെററിസ്റ്റുകളായ സ്വാതന്ത്ര്യ സമര പോരാളികളല്ല. അല്ല, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ന് പാകിസ്ഥാൻ പോയിക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോയിക്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു അതിർത്തി മൈത്രേയം പറയെങ്കിലും നമ്മൾ അന്ന് ആരാണ് അങ്ങനെയൊക്കെ തീരുമാനിച്ചത്? നമ്മുടെ അന്ന് ഗവൺമെന്റ് അത് ചെയ്തത്, ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത്. ഇന്ത്യൻ ഗവൺമെന്റിന് അതുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത് യാതൊരു ബലവും ഇല്ലാതിരിക്കുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് സാധനങ്ങൾ വരുമ്പോൾ തൊട്ട് ഈ സ്ഥലങ്ങളിൽ മുഴുവനും നെഗോഷിയേഷന് പകരം ബലങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ബലങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണത് ഉണ്ടായിട്ടുള്ളത്. ആ ഉണ്ടായ സാധനത്തിനകത്ത് അപ്പുറത്ത് ചെയ്യുന്നവരെല്ലാവരും മറ്റുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കാനാണ്. നമ്മൾ പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അല്ലേ? ബംഗ്ലാദേശ് നമ്മൾ കയറിയിട്ടുണ്ട്. ബർമയല്ല മയന്മാറുമായിട്ട് നമുക്ക് അതിർത്തി തർക്കവും അഴുക്കും ഉണ്ടായിട്ടുണ്ട്. ശ്രീലങ്കയായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ചുറ്റിനുള്ള എല്ലാ നേപ്പാളുമായിട്ട് വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഞാൻ ആകെപ്പാട് ഇനി നമ്മൾ വഴക്കിടാത്ത ഏക രാജ്യം ഭൂട്ടാൻ മാത്രം. അപ്പോൾ ഈ 5 അയൽ രാജ്യമായിട്ട് വഴക്കിട്ടതിൻ്റെ ഒരു വശത്ത് നമ്മളല്ലേ ഉള്ളത്.
അപ്പൊ അങ്ങനെ സംഘർഷമുള്ളത് നമ്മൾ ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, നമ്മളെല്ലാം ശരിയാണെന്നറിയാം. പക്ഷേ ഈ 5 രാജ്യവുമായിട്ട് വഴക്കിട്ട ഒരു രാജ്യമാണ് നമ്മളെന്നുള്ള കാര്യം ഓർക്കണം. അതിപ്പോ നമ്മുടെ നാട്ടിലായാലും അതിർത്തി തർക്കങ്ങളില്ലാത്ത സ്ഥലമില്ലല്ലോ. അങ്ങനല്ല അത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ രാജ്യങ്ങൾക്കൊക്കെ അവർ വേറെ രാജ്യങ്ങൾ, ചുറ്റുപാടുള്ള രാജ്യങ്ങളുമായിട്ട് വഴക്കില്ലാതിരിക്കുമ്പോൾ നമ്മളുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ നമുക്കിതിനകത്ത് പങ്കുണ്ടെന്ന് അറിയണം. നമ്മുടെ വീട്ടുകാർ മാത്രം ചെയ്യുമ്പോൾ മാത്രം പങ്കില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ലോകത്ത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് നടന്ന 99 യുദ്ധത്തിനകത്തും ഒരു വശത്ത് അമേരിക്ക ഉണ്ടെന്ന് അറിയണം. അതങ്ങനെ വരുന്ന സമയത്ത് അമേരിക്ക ഒരു അക്രമി രാഷ്ട്രമാണെന്ന് അറിയണം. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചുറ്റുപാടുള്ള എല്ലാ രാജ്യവുമായിട്ട് വഴക്കിടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അത്ര മെച്ചപ്പെട്ട ഗവൺമെന്റ് അല്ലെന്നാ തിരിച്ചറിയാം. പക്ഷെ അതിന് പകരം നമ്മൾ ആ സമയത്ത് നമ്മൾ ഇന്ത്യക്കാരാകുകയും നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യം മനസ്സിലാകാതിരിക്കുന്നത്. നമ്മുടെ കൺട്രിയുടെ ഒരു നമ്മുടെ കൺട്രി എന്ന് പറയുന്നതിനകത്ത് ഭരിക്കുന്ന ആൾക്കാരുടെ മര്യാദഘട്ട സാധനത്തിന് ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ മര്യാദകേടിനെ രാജ്യത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഗവൺമെന്റുകളെ വിമർശിക്കുമ്പോൾ അത് രാജ്യവിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കരുത്. അപ്പം ഞാൻ ഇതിരുന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ രാജ്യത്തിനെ നയിക്കാനും ചെയ്യാനും എടുക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്കൊക്കെ കഴിവുള്ളവരാ. അല്ല, നമുക്ക് ആർക്കെങ്കിലും ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ല. പട്ടാളം ഇങ്ങനെ ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നേപ്പാളുകാരന് ആരുമായിട്ട് യുദ്ധം ചെയ്യും? ചൈനക്കാരനുമായിട്ട് ചെയ്യും? ഇന്ത്യക്കാരനുമായിട്ട് ചെയ്യുമോ? നിങ്ങൾ പറ. പട്ടാളം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? വെറുതെ പറയാതെ വലിപ്പം ഉള്ളത് കൊണ്ട് മാത്രം പറയുന്ന ഉത്തരവാദി. ചെറിയൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനേ പറ്റൂ. ശ്രീലങ്ക എങ്ങനെയാ അവിടെ നിൽക്കുന്നേ? ശ്രീലങ്ക അവിടെ നിൽക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് ശ്രീലങ്കയും ഉണ്ടാകാനൊക്കത്തില്ല, ബംഗ്ലാദേശും ഉണ്ടാകാനൊക്കത്തില്ല, ഭൂട്ടാൻ ഉണ്ടാകാനൊക്കത്തില്ല, നേപ്പാളും ഉണ്ടാകാനൊക്കത്തില്ല. കാരണം അവർക്ക് ആർക്കെങ്കിലും ഇന്ത്യ നേരിടാനൊക്കത്തില്ല, ചൈനയെ നേരിടാനൊക്കത്തില്ല. പിന്നെ എങ്ങനെ അവരെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? പട്ടാളം കൊണ്ടാണല്ലോ നമ്മൾ കഴിയുന്നത്, നമ്മൾ ഡിഫൻസിന് വേണ്ടിയാണെന്നാണല്ലോ കഥ. അങ്ങനൊന്നുമല്ല, മറ്റുള്ളവരെ ആക്രമിക്കാൻ തന്നെയാണ് പട്ടാളം ഉണ്ടാക്കുന്നത്, അല്ല ഡിഫൻസിനൊന്നും അല്ല. ബാലക്കോട്ടെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ബാലക്കോട്ടയൊക്കെ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് രണ്ടുപേര് തമ്മിൽ അടി തുടങ്ങിയതിന് ശേഷമല്ല ഈ ന്യായങ്ങൾ പറയുന്നത്. അടി ഉണ്ടാകാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ട്രേഡ് നടക്കുന്നുണ്ട്. ചൈനയായിട്ട് നമുക്ക് 64 യുദ്ധം ഉണ്ടായല്ലോ. അന്ന് ചൈനക്കാർ ഇന്ത്യ പിടിക്കാൻ ആശ്രമിച്ചിരുന്നെങ്കിൽ ഈ കേരളം വരെ പിടിക്കപ്പെട്ടു വന്നിട്ടില്ല. അത് അവിടെ നിന്ന് പോവുക ചെയ്തത്. അത് നിന്ന് പോയത് അവർക്ക് അതിരറിയാം. അതുകൊണ്ടാണ് അവർ വരാത്തത്. നമ്മുടെ പട്ടാളം ഇല്ല. അന്ന് അവർ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങ് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളെ അല്ല. അടുത്തത് ഈ ഡോക്ലാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നെന്ന് അറിയാം. അവിടെ ഈ ഏറ്റവും ആധുനികമായ ആയുധങ്ങളുള്ള 2 പട്ടാളം അല്ലയോ ചൈനക്കാരനും ഇന്ത്യക്കാരും. അവരെന്തിനാ ഗുസ്തി പിടിച്ച് ചത്തത്? നമ്മൾ പറ. ഗുസ്തി പിടിച്ചാണ് അവർ ചത്തത്. വടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഗുസ്തി പിടിച്ചിട്ട് അവിടുത്തെ തോട്ടിനത് തണുത്ത തോട്ടി വീണിട്ട് കോച്ചി ചത്തുപോയവരാ. 22 ഇന്ത്യക്കാർ മരിച്ചുപോയി. ചൈനക്കാർ എത്ര മരിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും അവരും കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ട്. ഈ ഇത്രയും വലിയ 2 രാജ്യങ്ങൾ ഏതാണ്ട് മഹാഭാരതത്തിന്റെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പശുവിനെ മോട്ടിക്കുന്ന കാലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിച്ച് ചത്തത് എന്തുകൊണ്ടാ? രാജ്യസ്നേഹം കൊണ്ടല്ല. പരസ്പരം കച്ചവടം നടത്തുന്ന വലിയ 2 രാജ്യങ്ങളാണ് പരസ്പരം യുദ്ധം ചെയ്തുകൂടാന്ന് അറിയുന്നത് കൊണ്ടാണ് ഗുസ്തി പിടിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ യുദ്ധം ഒഴിവാക്കുന്നത്. അല്ലാതെ യുദ്ധം ചെയ്ത് ജയിക്കാനല്ല. യുദ്ധം ചെയ്താൽ 2 കൂട്ടരും തകർന്നു പോത്തേ ഉള്ളൂ. 2 പേരും. കാരണം ലോകത്തെ അറിയാവുന്ന നിങ്ങൾ മൂച്ചിന് പറയുന്ന അങ്ങനല്ല. നിങ്ങൾ റെസിസ്റ്റ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ അക്രമികളാണ്. ആക്രമിക്കാനാണ് തയ്യാറെടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ല. ഞാൻ പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നേപ്പാളുകാർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ. ചൈനക്കാർ വന്നാലോ ഇന്ത്യക്കാർ ചെന്നാലോ നേപ്പാളുകാർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അങ്ങനെ അവർ കഴിയുന്നതെന്ന് പറയണം. ഇതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു വലിയ രാജ്യമായി നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ത്രെറ്റാണ്. നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്ത് ഫെഡറൽ സ്റ്റേറ്റുകളായിരുന്നുണ്ടെങ്കിൽ നേപ്പാളുകാരനൊക്കെ നമ്മളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മര്യാദയ്ക്ക് പെരുമാറും. ഇത് ഒന്നിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ള യുക്തി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പട്ടാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ലോകത്തെ വലിയ രാജ്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 750
സൈനിക താവളമുള്ള അമേരിക്ക ജനാധിപത്യത്തിന്റെ രാജ്യമാണെന്ന് പറയും. എന്തൊരു തമാശയാ. 750 സൈനിക താവളം അവന്റെ അവന്റെ അതിർത്തിയിലല്ല, ഈ പറയുന്ന ഭൂമി മുഴുവനും കൂടാണ്. അപ്പോഴും അവര് ജനാധിപത്യവാദികളും ഒരു പട്ടാളം പോലും ഇല്ലാതിരിക്കുന്ന ചൈനയും റഷ്യയും ഒക്കെ അക്രമികളായിട്ടാണ് കാണുന്നത്. അല്ല, അമേരിക്കയുടെ കാര്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ അതേ സ്ഥലമാണ് ഇന്ത്യ, അതേ സ്ഥലത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഈ നാട്ടിനകത്ത്, ഈ പ്രദേശത്തിന്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലകത്ത് നിൽക്കുന്ന സ്ഥലത്ത് അമേരിക്ക എങ്ങനെയാണോ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് പോലെ ഇവിടെ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് പേടിക്കണം. അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിൽക്കുന്നതാണ് ജനാധിപത്യ വിരുദ്ധമായ സ്ഥലം. ഇതാണ് ഈ പറയുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ രാജാക്കന്മാരല്ല, നമ്മളെ ഭരിക്കാനായിട്ട് മറ്റുള്ളവരെ അല്ല. ആയുധം കൊണ്ട് തോപ്പിച്ചതിന് ശേഷം പറയുന്നത് അനുസരിപ്പിക്കുന്ന സാധനമാണ് ഈ ട്രംപും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നെഗോഷിയേഷൻ അല്ല. ഇന്ത്യ അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ലോകത്ത് 4ാമത്തെ സൈനിക ശക്തിയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? പിന്നെ വേണ്ടേ സൈനിക ശക്തി? അങ്ങനെ വേണ്ട. അതാണ് ജനാധിപത്യത്തിന്റെ ലക്ഷണമാണത്. അങ്ങനത്തെ ആവശ്യമില്ലാത്തതാണ്. അതൊക്കെ രാജാവിന്റെ യുക്തിക്കകത്തുള്ളതാണ്. അത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള യുക്തി കൊണ്ടാണ് സൈന്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇന്ന് നമുക്ക് സൈന്യം? ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും പരസ്പരം അറിയുന്നവരായിന്ന്. അവരാക്രമിക്കാനിരിക്കുന്നവരല്ല. നമുക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. പരസ്പരം സാധനം കൊടുക്കേണ്ടവരാണ്. ബംഗ്ലാദേശ്, ഇതെല്ലാം നമ്മൾ എടുത്താല് അവരുടെ ആയുധബലം കൊണ്ട് ചൈനയോ ഇന്ത്യയോ ആണല്ലോ അവർക്ക് ഒരു പരിസര പ്രദേശത്തുള്ള രാജ്യം. അവരെ ഒന്നും എതിർക്കാൻ കഴിയില്ല. അപ്പോഴും നമ്മൾ ബംഗ്ലാദേശില് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് ബംഗ്ലാദേശ് ഉണ്ടാകുന്നതിന് മുമ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ചതാണ്. തോൽപ്പിച്ചിട്ട് നമ്മൾ ആ രാജ്യം ആ ജനതയ്ക്ക് വിട്ടുകൊടുക്കുന്നിടത്താണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നതെന്നറിയാമോ? ഇന്നൊരു രാജ്യത്തിനെ തോൽപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇന്നൊരു രാജ്യത്തിനെ തോൽപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനെ ഭരിക്കാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾക്ക് പണ്ട് കാലത്ത് ഒരു രാജാവ് വേറെ രാജാവിനെ തോൽപ്പിച്ചാൽ തോൽപ്പിക്കപ്പെട്ട രാജാവിന്റെ പ്രജകൾ മുഴുവനും ജയിച്ച രാജാവിനോടൊപ്പം പോകും. ഇന്ന് ആളുകൾ പോകത്തില്ല. അതാണ് ലോകത്ത് വന്ന മാറ്റം. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സാധനം ലോകത്തുണ്ടായത്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനത ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഞങ്ങളുടെ രാജ്യമാണ് എന്ന് മറ്റേ രാജാവിനോടായിരുന്നു കൂറ്. രാജ്യത്തിനോട് കൂറുള്ളവരായിട്ട് നമ്മൾ മാറിയപ്പോഴാണ് സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായത്. അതോടെ വേറൊരാൾ ഭരിക്കുന്നതിന് നമ്മൾ സഹകരിക്കത്തില്ല. സഹകരിക്കാതിരുന്നാൽ ജയിൽ നോക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെ ഭരിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം ഉണർന്നിരിക്കും, 24 മണിക്കൂർ ഉണർന്നിരിക്കാൻ ബാധ്യത. കാരണം കൂടെ നിൽക്കുന്നവൻ എപ്പോഴാണ് ആക്രമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാതെ വരും. സഹകരിക്കുമ്പോൾ അങ്ങനെയല്ല. സഹകരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ വ്യത്യാസമാണ് ലോകത്ത് സംഭവിച്ചത്. അതുകൊണ്ട് ഇനിയും ഒരു രാജ്യത്തിനെ തോൽപ്പിക്കാം എന്നുള്ളതല്ലാതെ ഭരിക്കാനായിട്ട്, അതുകൊണ്ടാണ് വിയറ്റ്നാം ആയാലോ അഫ്ഗാനിസ്ഥാൻ ആയാലോ ഇറാഖ് ആയാലോ സിറിയ ആയാലോ അവിടെ ഒന്നും അമേരിക്കക്കാർ നിൽക്കാതിരിക്കുന്നത്. അവരവിടെ നിന്ന് അവർ കൊല്ലപ്പെട്ടു പോകും. ഇതാണ് വ്യത്യാസം. ഇത് ലോകത്ത് വന്ന വ്യത്യാസമാണ്. ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ പഴയതുപോലെ ആളുകളെ കീഴടക്കി ഭരിക്കുക എന്ന് പറയുന്ന യുക്തി സാധ്യമല്ല. സഹകരണത്തിൻ്റെ യുക്തികൾ വേണം. ഇതുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ അകത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ആയിട്ടിരിക്കുന്നത് ഇപ്പോഴും ഭരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്നവരായിട്ടിരിക്കുമ്പോൾ ശ്വാസം മുട്ടിക്കുന്ന നിലവാരത്തിരിക്കുമ്പോഴും നമ്മുടെ ആൾക്കാരാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇത് നിലനിർത്തുക എന്ന് പറയുന്നതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹകരിച്ച് നിൽക്കുക എന്ന് പറയുന്ന സ്ഥലം വരെ ആയിട്ടുള്ളൂ. നമ്മൾ ജനാധിപത്യത്തിനകത്ത് ഭരണമല്ല വേണ്ടത്, സേവനവും ക്രമീകരണവുമാണ്. ക്രമീകരണം എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ട് രാജാവ് കൊട്ടാരം ഉണ്ടാക്കുന്നതിന് പകരം പാലവും റോഡും ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആധുനിക ജനാധിപത്യത്തിനകത്ത് വന്നത്. അപ്പൊ കഴിഞ്ഞ 14 വർഷം ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ലെന്നാണോ പറയുന്നത്? ഇന്ത്യ എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? കഴിഞ്ഞ ഒരു 14 വർഷമാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ? അല്ല, ഐ മീൻ ഈ മോദിയുടെ സർക്കാരിന്റെ പ്രശ്നമല്ലത്. അത് മോദി സർക്കാരിന് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അവരെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുപ്പുകൾ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർ തന്നെ മാറി വേറെ ആൾക്കാർ ഭരിക്കാനുള്ള ഇത് നമ്മൾ തെരഞ്ഞെടുക്കുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന് പറയുന്നതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുഴുവനും കൂടെ ഒന്നിച്ച് തുടങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭരണഘടനയാണ് നമുക്കുണ്ടായത്. പക്ഷെ ഉണ്ടായിരിക്കുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് പ്രശ്നം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. 75 വർഷമായിട്ട് നമ്മൾ ഇതിന് സമാന്തരമായി ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല. പകരം ഇന്നും ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ജനപ്രതിനിധിയാണ്, നമ്മുടെ രണ്ടുപേരുടെയും പ്രതിനിധിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അയാൾ അവിടെ പോയി ഭരിക്കുകയാണെന്നുള്ളതാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഭരിക്കാനാ പോകുന്നതെന്ന്. അതുകൊണ്ട് പൗരാവകാശമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അയാൾ പോയി ഭരിച്ച്, അതുകൊണ്ടാണ് ആനുകൂല്യം നൽകുന്ന യുക്തിക്കകത്ത് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ അവകാശങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പൗരന്മാരായി മാറണമെങ്കിൽ ക്ലാസ് റൂമിൽ ഇത് പൗരത്വം പഠിപ്പിക്കേണ്ടതുണ്ട്. ഭരണഘടന വായിക്കുന്ന ക്ലാസ് റൂം ഉണ്ടാകേണ്ടതുണ്ട്. പൗരാവകാശം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുന്നവരായി മാറേണ്ടതുണ്ട്. തുല്യമായി മുന്നിലും പുറയിലും ഇരിക്കുന്ന ക്ലാസ് റൂം ഉണ്ടായിക്കൂടാ. വട്ടത്തിലിരിക്കണം. വട്ടത്തിൽ എന്ന് പറയുമ്പോൾ റായുടെ രൂപത്തിലിരിക്കണം എന്ന് പറയുന്ന സാധനം മുഴുവൻ വരുന്നത് പ്രാക്ടീസസ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ രണ്ട് കസേരയിലായിരിക്കുന്നത്. ഇങ്ങനെ തുല്യമായി ഇരുന്ന് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോഴും അധ്യാപകർ വരുമ്പോൾ കുട്ടികൾ എണീറ്റ് നിൽക്കണം. ഇരിക്കണമെന്ന് പറയുമ്പോഴേ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ മാറ്റങ്ങൾ ക്ലാസ് റൂമിനകത്ത് ആരംഭിക്കുമ്പം ഒരു വശത്ത് കുട്ടികളെ രൂപപ്പെടുത്തുന്ന പണി, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സമാന്തരമായി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിന് പ്രാക്ടീസ് ചെയ്യാൻ. സെക്രട്ടേറിയറ്റിനകത്ത് വലിയ മേശ, വലിയ കസേര, വലിയ കെട്ടിടം, അതിനകത്ത് ഇരുന്ന് അപ്പുറത്ത് വരുന്ന ആളെ ചെറുതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ അത്. ഇപ്പം നിങ്ങൾക്ക് വലിയൊരു കസേര തന്ന് അല്ലെങ്കിൽ എനിക്കൊരു വലിയ കസേര തന്നിട്ട് നമ്മൾ ഈക്വലായിട്ട് പെരുമാറാൻ ഒക്കത്തില്ല. ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിസൈനിനകത്ത് തന്നെ ഇന്നീക്വാളിറ്റി ഉണ്ട്. ഇത് അഴിക്കേണ്ടതുണ്ട്. കോടതിയിൽ മജിസ്ട്രേറ്റ് ഇപ്പോഴും കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഉടുപ്പിടാനായിട്ട് ഒരുത്തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ജനങ്ങൾ സുപ്രീമാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ സുപ്രീം കോടതിയുണ്ട്. അതെങ്ങനെ വരും? ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹെറാർക്കിക്കൽ സിസ്റ്റത്തിനെ ജനാധിപത്യവൽക്കരിക്കാൻ പറ്റത്തില്ല. ഇതിനാണ് നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പം ഭരണഘടന എൻവിസേജ് ചെയ്തവർ ജനാധിപത്യപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അതിനുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഇതുവരെ അത് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ കളക്ടറേറ്റ് അവിടെ ഉണ്ട്, തഹസീൽദാരുടെ ഓഫീസ് അവിടെ ഉണ്ട്, വില്ലേജ് ഓഫീസ് അവിടെ ഉണ്ട്. ഇതിന് പകരമാണ് മറ്റേത്. എന്നാ ഇപ്പൊ പഞ്ചായത്ത് അവിടെ ഉണ്ട്, എല്ലാരും ചുറ്റൂർന്ന് വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ നടന്നാലേ ഭരണം നടക്കാവൂ. എല്ലാ ഉദ്യോഗസ്ഥരെയും എലക്ട് ചെയ്യേണ്ട, അവരെ എലക്ട് ചെയ്യുന്ന, അവര് അക്കൗണ്ടബിൾ ആകേണ്ടതുണ്ട്. അവര് ഇപ്പം ഒരു വാട്ടർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളിന് വെള്ളം എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അറിയുമ്പോഴും അയാൾ നന്നായി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അയാളെ നടപടി എടുക്കേണ്ടതുണ്ട്. ജനങ്ങളാണ് നടപടി എടുക്കേണ്ടത്. ഈ സാധനം പഞ്ചായത്ത് ഉണ്ടായാലേ പറ്റൂ. അപ്പൊ പഞ്ചായത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൂടെ സെലക്ട് ചെയ്തെടുക്കുന്നതിന് ഇവരുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് 75 വർഷമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. പൗരസഹായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പൗരസഹായ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവനും ഇതുപോലെ ആളുകളുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ഗ്രാമസഭയിലെ ആടിനെയും കോഴിയും കിട്ടുമെന്ന് വിചാരിച്ച് മാത്രം ആൾക്കാർ ഇത് അങ്ങനെയല്ല. നമ്മുടെ അവകാശമാണെന്ന് മാത്രമല്ല, ഉത്തരവാദിത്വമാണെന്ന് അറിയേണ്ടത്. ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് പുതിയ തലമുറ ഇത് നമ്മൾ 75 വർഷമായിട്ട് നമ്മളത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും സ്കൂളിനകത്തല്ല സർവ്വമത പ്രാർത്ഥന ചെയ്യുന്നതാണ് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നത്. അല്ല, ഭരണഘടനയെ പറ്റി പഠിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കേണ്ടത്. പഴയ ആൾക്കാർക്ക് പൗരന്മാരാകാൻ കഴിയില്ല. നമ്മുടെ അമ്മയച്ഛന്മാര് പ്രജകളായിട്ടാണ് അവർ കഴിഞ്ഞിട്ടുള്ളത്. അനുസരണയാണ് അവർ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഉത്തരവാദിത്വം എടുത്ത് ഞാൻ ചെയ്യേണ്ടതാണ് അത് അവർക്ക് മനസ്സിലാകത്തേ ഇല്ല. അതുകൊണ്ടാണ് 47 അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുകയല്ല, 1950
ഭരണഘടന ഉണ്ടായിരുന്നു. അപ്പോൾ ആഗസ്റ്റ് അല്ല ജനുവരി 26 ജനുവരി 26 തീയതി ഡിക്ലെയർ ചെയ്യുമ്പോൾ 27 തീയതി എല്ലാവരും പൗരരായെന്ന് തോന്നണ്ടേ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? ഒരു പോലീസ് സ്റ്റേഷൻ അറിഞ്ഞിട്ടില്ല, കോടതി അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, വില്ലേജ് ഓഫീസ് അറിഞ്ഞിട്ടില്ല, പ്രജകളായ നമ്മളാരും അറിഞ്ഞിട്ടില്ല, നമ്മൾ പൗരന്മാരായാലും ഇത് അറിഞ്ഞിട്ടില്ല. ഈ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സമാന്തരമായ ഇതുണ്ടാക്കേണ്ടതുണ്ട്. അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് നേതാവാകാനാണ് പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഭരിക്കാനാ പോകുന്നതെന്നാണ് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണാധികാരിയെ കാണുമ്പോൾ വീണ്ടും നമ്മുടെ ഞാൻ തന്നെ ഞാൻ എൻ്റെ കുറച്ച് സാധനം മേടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ചന്ത വിട്ട സാധനം മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇയാൾ കൊണ്ടുവന്ന സാധനം പോലെയാണ് ഇപ്പം ഉണ്ടെന്ന് MLA ഫണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഇത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ കൊടുത്ത ടാക്സ് ആണ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന. എന്ന് പറഞ്ഞാൽ പണ്ട് കൊട്ടാരം ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് സ്കൂളും ഹോസ്പിറ്റലും റോഡും പാലവുമായി മാറ്റുന്നതാണ് ജനാധിപത്യം. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിനകത്ത് ഇത്രയധികം വീടുള്ളവരായിട്ട് നമ്മൾ മാറുന്നത്. പണ്ട് കാശില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അന്ന് സ്വർണ്ണ കസേര ഉണ്ടാക്കുന്നിടത്തായിട്ടാ പോവുള്ളൂ. കൊട്ടാരത്തിന്റെ വാതിലും വളച്ചുവാതിലും എല്ലാം സ്വർണം തേച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ ധനം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അത് സ്വർണം പൂഴ്ത്തി വെക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആലോചിക്കാൻ അത് അവർക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജനാധിപത്യത്തിനകത്ത് മാത്രമാണ് നമുക്ക് അവകാശങ്ങളുണ്ടെന്നും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടത്താനാണ് ഈ സർക്കാർ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടാകണമെന്ന് അത് ജനാധിപത്യപരമാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവ് ആവശ്യമുണ്ട്. ഈ അറിവാണ് നമ്മൾ ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടത്. ഇത് പഠിപ്പിച്ച് എങ്ങനെയാണ് പൗരബോധമുള്ള ഒരു ഉത്തരവാദിത്തമുള്ളൂ. അവകാശം വരുമ്പോൾ ഉത്തരവാദിത്തം വരും. അപ്പം പൗരൻ എന്ന് പറയുന്നത് അവകാശമുള്ള ആളാണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്, കടമയുള്ളതാണ്. അയാളുടെ നേച്ചർ എന്ന് പറയുന്നത് സഹകരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വരേണ്ടതുണ്ട്. അതേ സമയത്ത് പ്രജ എങ്ങനെയല്ല, പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ സാധനം. ലോയൽറ്റി, കൂർ ആരോടാണെന്നുള്ളതാണ്. രാജാവിനോട് കൂറുണ്ടെന്നുള്ളതാണ്. അവർക്ക് പിടിപ്പത് പണിയുണ്ടാകും. കടമയല്ല, പറഞ്ഞാൽ അനുസരിക്കുമ്പോൾ ഇഷ്ടം പോലെ പണി കിട്ടും. അപ്പം ഈ സ്ഥലത്തു നിന്ന് മാറിയാണ് ഈ പൗരബോധമുള്ള ആൾക്കാർ തമ്മിൽ. അപ്പം നമ്മൾ നിങ്ങളുടെ കൺസെൻറ്റോടാണ് ഞാൻ ഈ സഹകരിക്കുന്നത്. ഇതാണ് ഈ കൺസെൻറ്റ് എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത് അങ്ങനെയാണ്. സഹകരിക്കുന്ന ആ സമയത്ത് മറ്റുള്ളവരുടെ അനുവാദം വേണം. ഇത് മേടിക്കും. മറ്റേതങ്ങനല്ല, ഞാൻ തീരുമാനിക്കാൻ അച്ഛനായ മക്കളുടെ കാര്യമെല്ലാം അങ്ങ് തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ 12 വയസ്സ് വരെ നമ്മൾ തന്നെ തീരുമാനിക്കണം. പക്ഷെ 12 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചോദിക്കുകയും കൂടെ വേണം. 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പോലെ ഞാൻ എന്താണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾക്ക് എൻ്റെ തിരഞ്ഞെടുപ്പല്ല, നിന്നോട് ചോദിച്ചിട്ട് മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വളർത്തുന്ന കുട്ടിയെ വളർത്തുമ്പോൾ വരുന്ന മാറ്റം ഇങ്ങനെയാണ് വരുന്നത്. മറ്റേതങ്ങനല്ല. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നതായിരുന്നു പഴയകാല ബോധം. അതായിരുന്നു ശരി. ഇന്ന് ശരി അതല്ല. ഇന്ന് നമ്മളോട് കൺസൾട്ട് ചെയ്യുകയും കൺസെൻറ്റ് വാങ്ങിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ്. ഇതുകൊണ്ടാണ് ഓപ്പറേഷനൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ ബാധ്യത വരുന്നത്. ഡോക്ടർക്ക് എല്ലാം അറിയേണ്ടത് ഓപ്പറേഷൻ വേണമെന്ന്. പിന്നെ എന്തിനാണ് നമ്മളത് ചോദിക്കുന്നത് ഒരു ചോദ്യമില്ലേ? നമുക്കൊരു അവകാശമുണ്ട്. മരിച്ചു പോകാൻ വരെ നമുക്ക് അവകാശമുണ്ട്. അല്ലാതെ ഈ വേദന അനുഭവിച്ച് ഈ രോഗ ചികിത്സയ്ക്ക് നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിക്കാനും അവകാശമുള്ളവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ജനാധിപത്യത്തിൽ കാര്യം പറയുമ്പോൾ ഒപ്പോസിഷൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഒപ്പോസിഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന കഥയാ, അതല്ല പറയുന്നേ. നമ്മൾ ഈ പൗരബോധമുള്ള ആൾക്കാരായിട്ട് മാറുമ്പോൾ ഒരു കാര്യം 2 തരത്തിൽ ചെയ്യാമെന്ന് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഓപ്പോസിഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത്. ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ തെരഞ്ഞെടുപ്പാണ് ആവശ്യം. ഭൂരിപക്ഷ തീരുമാനമാണ്. അപ്പം മറ്റുള്ളവരോട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രചാരണത്തിനകത്ത് പോയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പം മറ്റേ അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് 2 പേർക്കും സമ്മതമാണോ? സമ്മതം ആരാണോ കൂടുതൽ എടുത്തിരിക്കുന്നത് അവർക്കനുസരിച്ചിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അനന്തമായി അവർ ചെയ്യുന്നതിനെ പറ്റിയല്ല. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവന്മാർ പറഞ്ഞ പോലെ ചെയ്തിട്ട് കാര്യമില്ലാന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അവരെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ വീണ്ടും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇത് ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ പെൻഷൻ മേടിക്കുന്നവരെ പിന്നെ അവരെ ഒന്നും ചെയ്യാനൊക്കത്തില്ല.
ഈ ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനാധിപത്യമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ ഈ കുടുങ്ങിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഇലക്ഷൻ നടന്നിട്ടില്ലെന്ന് വിളിച്ചോ അടുത്ത ഒരു 30 കൊല്ലം ഭരണം നടക്കും. അപ്പോഴാണ് മനസ്സിലാകേണ്ടത് ഈ ഇലക്ഷനുമായിട്ട് അതിന് ബന്ധമില്ലെന്ന്. ഇതാണ് ഇപ്പം നമ്മളിവിടെ പോയിട്ട് ഒരു നിയമസഭയിൽ പോയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമം താഴോട്ട് വരുത്തില്ല, അത് മുഴുവൻ തടയും. ഈ ഉദ്യോഗസ്ഥരിരുന്ന് കുറിയിട്ട് മുഴുവൻ തടയും. ആ തടഞ്ഞ് അവിടെ ഇട്ട് അതിൻ്റെ സകല ജീവനും കളഞ്ഞ് ജനാധിപത്യം ഇല്ലാത്ത ഒരു നിയമമാക്കി അതിനെ മാറ്റും. ഇതാണ് ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ ചെയ്തോണ്ടിരിക്കുന്നത്. എന്തോ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇതിന് സമാന്തരമായിട്ട് ഇതുകൊണ്ടാണ് പഞ്ചായത്ത് ഉണ്ടാക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെടുന്നവരും ഉദ്യോഗസ്ഥന്മാരെ അക്കൗണ്ട് ഇപ്പൊ നമ്മൾ ഊബറിനകത്ത് കയറുമ്പോൾ നമ്മൾ അവർക്ക് ഇത് റേറ്റ് ചെയ്യും. ഈ റേറ്റിംഗ് കൊടുക്കേണ്ടതുണ്ട്, അധ്യാപകർക്ക് റേറ്റിംഗ് കൊടുക്കേണ്ടതുണ്ട്, കുട്ടികൾ പറയേണ്ടതുണ്ട് ഇവർ പഠിപ്പിക്കാൻ അറിയാം എന്ന് പറയേണ്ട, അല്ലെങ്കിൽ ജോലി പോകണം. ഇങ്ങനെയാണ് ഇത് മാറേണ്ടത്. അപ്പം പഞ്ചായത്തിനകത്ത് നമ്മൾ പോയി സേവനം കിട്ടുമ്പോൾ ഈ ആള് കൊള്ളാം എന്ന് അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എത്ര റേറ്റിംഗ് അവർക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് മാത്രമാണ് ഇൻക്രിമെന്റ് കൂട്ടാവും. വെറുതെ പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം ഇനി ആവശ്യമില്ല. കാരണം മേപ്പോട്ട് പോകുന്ന യുക്തിയല്ല. കാരണം ജനാധിപത്യത്തിനകത്ത് മേളായിട്ട് പോകണ്ട ആ സിസ്റ്റമേ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവർക്ക് പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടുന്നു, ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി റേറ്റിംഗ് മേടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാനിത് ഓരോ ഇത് മുഴുവൻ ഡീറ്റെയിൽ ചെയ്യേണ്ടതാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നത് തന്നെയാണ് വേണ്ടതെന്നുള്ള അർത്ഥമല്ല. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പഞ്ചായത്തില് ഇപ്പൊ മൈത്രേന്റെ ഒരു എന്തോ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഈ കേരളത്തിലുള്ള 900-ഓളം പഞ്ചായത്തുകളില് പഞ്ചായത്തിൽ ഒരു ദിനം ഇതാണ് ഞാൻ ഈ വരുന്ന 5 കൊല്ലം കൊണ്ട് 5 കൊല്ലമോ അതിൽ കൂടുതൽ വേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്താണ് അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് ശരി, അത് ഞാൻ അനൗൺസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചു. പറഞ്ഞോ. വേറെ ഒന്നുമല്ല, ഞാൻ കുറെ വർഷമായിട്ട് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലായത് മറ്റുള്ള ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ആവശ്യവും എൻ്റെ മുന്നിലുണ്ട്. മാത്രമല്ല ഞാൻ എൻ്റെ എന്താണ് അവസാനത്തെ വർഷങ്ങളാണെന്ന് അറിയുന്ന ആളുമാണ്. അപ്പം കഴിയുന്നത്രയും ആൾക്കാരുടെ അടുത്ത് ഇത് ഇൻട്രാക്റ്റീവായിട്ട് അവരുമായിട്ട് ഇടപെട്ട് ഞാൻ പറയുമ്പം നിങ്ങൾ പറയുകയാണ് ഇത് നടക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പം അത് ഡിസ്കസ് ചെയ്തിട്ട് ഇതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് 2 പേരും കൂടെ ഒന്നിച്ചു പോകാനായിട്ട് ഒരു ഇടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പഞ്ചായത്തിലൊരു ദിനം എന്നുള്ള നിലവാരത്തിലാണ് കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. പഞ്ചായത്തിലൊരു ദിനം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മാത്രമല്ല മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും കൂടെ ചേർത്ത് നമ്പർ എടുക്കുകയാണെങ്കിൽ 1030 അങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ 2.5 വർഷത്തോളം വരും ഒരു ദിവസവും വെച്ചായാലും. അപ്പം അതിനിടയ്ക്ക് പനി പിടിക്കാനും വേറെ വല്ലയിടത്തുമൊക്കെ പോകാനും വേറെ ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യാനും ഒക്കെ കൂടെ എടുത്താലും ഒരു 5 വർഷമെങ്കിലും മിനിമം വേണ്ടി വരും. ഞാൻ ഈ പഞ്ചായത്തിലൊരു ദിവസം പോയിരിക്കാം. രാവിലെ 8 മണി തൊട്ട് രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ഒരു പ്രദേശത്ത് ഒരു ഹാളിൽ ഞാൻ ഉണ്ടാകും. അവിടെ എന്നെ ആൾക്കാർക്ക് കാണാൻ സംസാരിക്കാം. അവർക്ക് അവൈലബിളായി ഞാൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും മിണ്ടുമ്പോൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നതും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള 3 പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഒന്ന് എന്താണ് ജീവിതം. കാരണം പണ്ടേ തൊട്ട് ആൾക്കാർ പഠിപ്പിച്ചിരിക്കുന്ന ജീവിതത്തിനെ പറ്റി ഒരു സങ്കല്പമുണ്ട്. ആ മേഖലയ്ക്കകത്ത് നിന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഇന്ന് നമ്മൾ ജീവിതത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഈ കുടുംബം എന്ന് പറയുന്നത് പണ്ടേ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്താണ് കുടുംബം? ആ കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷന് വിധേയമായി വന്നിട്ടുള്ളത്, അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറയുന്ന മേഖല. അങ്ങനെ എന്താണ് ജീവിതം, എന്താണ് കുടുംബം, അത് കഴിഞ്ഞിട്ട് ഇന്ന് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്ന ജീവിതത്തിനെ എങ്ങനെ കാണണമെന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ എന്താണ് ജനാധിപത്യം? അപ്പോൾ സിസ്റ്റം അനാലിസിസും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 പ്രധാന വിഷയങ്ങളെ നിലനിർത്തിയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് ലോക്കലായ ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട്, അവർക്കെല്ലാം റെക്കോർഡ് ചെയ്യാം. അല്ലാതെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒന്നുമില്ല, ആർക്കും റെക്കോർഡ് ചെയ്യാം. അവർ റെക്കോർഡ് ചെയ്തിട്ട് ആവശ്യമുള്ളത് അതിനകത്ത് നിന്ന് എടുക്കാം, ബാക്കി കളയുകയും ചെയ്യാം. അതൊക്കെ അവരുടെ കാര്യമാണ്.
പക്ഷെ ആൾക്കാർക്ക് ഞാൻ അവൈലബിൾ ആയിരിക്കുന്ന ഈ അടുത്ത 5 കൊല്ലം അത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് ഞാൻ എനിക്ക് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആക്കി മാറ്റുകയും നാട്ടുകാരുടെ മുന്നിൽ ഞാനിത് പറഞ്ഞിട്ട് ഇയാൾ എവിടെ പോയി തനിക്ക് എന്താ തൊഴിലെന്ന് ചോദിക്കുമ്പോൾ പഞ്ചായത്തിൽ ഒരു ദിവസം എന്ന് പറയാൻ പറ്റുന്ന ഒരു തൊഴില് അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് എനിക്കൊരു തൊഴിലുണ്ടാകുന്ന തരത്തിലാണ്. ഇതിന് വരുന്ന ചെലവെന്ന് പറയുന്നത് വളരെ മിനിമമാണ്. നാട്ടിലെ സാധാരണ ലൈബ്രറികളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്താകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലബ് ഉണ്ടെങ്കിൽ അതിനകത്താകാം, ഒരു സ്കൂളിന്റെ വരാന്ത ഉണ്ടെങ്കിൽ അതിനകത്താകാം. എവിടെ ആയാലും ഞാൻ രാവിലെ 9 തൊട്ട് രാത്രി 9 വരെ. ഉമ്മൻചാണ്ടിയുടെ പരിപാടി പോലെയാണോ? അല്ല, ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. അവർക്കൊക്കെ അധികാരമുള്ളവരല്ലേ, എന്നെ കാണാൻ വരേണ്ട ആവശ്യമുണ്ട്. സൊല്യൂഷൻ ഉണ്ടാവും മൈത്രേന്റെ കയ്യിൽ അപ്പൊ ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടി? എനിക്ക് സൊല്യൂഷൻ അല്ല, അഡ്വൈസ് ആണ്. ഈ വിഷയങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നത്. സൊല്യൂഷൻ ഒന്നുമല്ല, അത് ജീവിതം തീർന്നു പോകുന്നവർക്ക് മാത്രമാണ് സൊല്യൂഷൻസ് ഒക്കെ ഉള്ളത്. അങ്ങനെയല്ല, ജീവിതം തുടരുന്നതാണ്. നമ്മൾ കഴിഞ്ഞാൽ അടുത്ത തലമുറയാണ് തുടരുന്നത്. അവർ നമ്മളെക്കാളും മെച്ചപ്പെട്ട ലോകങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടാകും. പക്ഷെ ഇപ്പം നമുക്ക് നടത്തുന്ന കാര്യങ്ങളെ പറ്റി, ഒരു ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ നമ്മൾ അറിയാതെ പോയി എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. അതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് അത് എനിക്ക് അറിയാവുന്ന അത്രയും ഞാൻ പറയുന്നത്. അത് അവസാനത്തതുമല്ല, അതിന് മുകളിൽ മറ്റുള്ളവർ പണിയെടുക്കേണ്ടതാണ്. അപ്പൊ പഞ്ചായത്തൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറയേണ്ട സാധനമുണ്ട്. അപ്പൊ അതെല്ലാം ആ നിലവാരത്തിലുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം. അത് ഓരോ ദിവസം കഴിയുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യവും അവർ എന്നോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ അറിവുള്ള ആളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് പങ്കുവയ്ക്കുകയും കൂടുതൽ അത് മിഴിവുള്ളതാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. നല്ലൊരു ഉദ്യമമാണ് അത് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇനി എൻ്റെ വർക്ക് അതാണ്. ഇനി ഇത് ഒരു ദിവസം ആരും വിളിച്ചില്ല എന്ന് വിചാരിച്ചാൽ വിളിക്കപ്പെടുന്നിടത്തോട്ടേ ഞാൻ പോകാനൊക്കത്തുള്ളൂ. ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന് 2 മുട്ട അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് നാട്ടിലുള്ള ഭക്ഷണം, നാട്ടിലെ ഊണെന്ന് പറയത്തില്ല, അത് മീനും മുട്ടയും ഒക്കെ വേണം, പ്രോട്ടീൻ വേണം, അതും കൂടെ വേണം. അല്ലാതെ പച്ചക്കറി മാത്രമായിട്ട് വേണം. പച്ചക്കറി വേണം, പ്രോട്ടീൻ വേണം, കുറച്ച് കാർബോഹൈഡ്രേറ്റ്, കുറച്ച് ചോറ്. വൈകുന്നേരം ആ നാട്ടിലുള്ള വാഴപ്പഴം തൊട്ട് എന്തെങ്കിലും പഴങ്ങൾ, എന്തെങ്കിലും നട്ട്സ്, ഇത്രയും നന്നാണ്. അത്രയും ചിലവേ അവർക്ക് വരുള്ളൂ. ഒരു മുറി കിടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആര് ഒറ്റ മുറിയുള്ളവനായാലും ശരി അവരുടെ കൂടെ ഒരു ബെഡ് ഞങ്ങൾക്ക് തന്ന് അവിടെ കിടക്കും. വലിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനൊക്കെ എന്റർടൈൻ ചെയ്യണ പോലെ ഇല്ല, ചെലവില്ല. ഒരു ചെലവും ഇല്ല. ഈ ചെലവെന്ന് പറയുന്നത് ഏറ്റവും മിനിമം. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കഴിക്കുന്ന, നിങ്ങളെല്ലാം ജീവിക്കുന്ന, നിങ്ങൾ ഒരു വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് അധികം വന്നു പോകുന്നു എന്ന് പറയുന്ന അത്രയും ഭക്ഷണം എനിക്ക് തന്നതാണ്. മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ചെലവുകളില്ല. എനിക്ക് അടുത്ത 5 കൊല്ലം ഞാൻ ഈ പണി ചെയ്യും. 5 കൊല്ലത്തിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും, അറിയില്ല. കാരണം പനിയൊക്കെ സംഭവമാണ്. അതറിയില്ല, അത് മറ്റുള്ളവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. അപ്പൊ ആദ്യമൊക്കെ എന്നോട് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വിളിച്ചു തുടങ്ങുന്നതായിരിക്കും. അല്ലാതെ ഞാനിപ്പോ കാസർഗോഡ് നിന്ന് തുടങ്ങി കളിക്ക് അവിടെ തീർക്കുന്നു എന്ന് പറയുന്ന സ്പിരിറ്റിലൊന്നുമല്ല ഞാൻ. പക്ഷെ മുഴുവൻ പഞ്ചായത്തിലും എത്തിയിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഇതാണ് അതിനകത്തുള്ളത്. അപ്പൊ ആ ഒരു വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരു കൂട്ടായ്മയായി മാറും. പിന്നെ ഇത് അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ സംഘം ഉണ്ടാക്കുന്നതിനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങൾ ആളുകളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവെയറായ കുറച്ച് മനുഷ്യർ തമ്മിൽ ഒന്നിച്ചാകുമെന്ന്. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേന്, ഈ ഇലക്ഷൻ അല്ല, അടുത്ത ഇലക്ഷൻ ആകുന്ന സമയത്ത് ഒരു ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ലോകത്ത് കേരളത്തിലെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.